ചെയ്തു. കഴിഞ്ഞ ആഴ്ച നമ്മള് പുസ്തകത്തിൽ നിന്ന് ചില 16-ാം അധ്യായം ചില ഭാഗങ്ങൾ ചിന്തിച്ചു. അതുപോലെ തന്നെ നമ്മള് പ്രാരംഭമായിട്ട് ചിന്തിച്ചത് നിഷ്കളങ്കമായ സഹോദര സ്നേഹത്തെ കുറിച്ചും അത് എപ്രകാരം ആണെന്നുള്ളതിന്റെ ഒരു വിശദീകരണവും ദൈവം നമ്മളിൽ നിന്ന് എന്താണ് നമ്മൾ സൂക്ഷിച്ചു വെക്കുവാൻ ആഗ്രഹിക്കുന്നത്, എന്ത് സൂക്ഷിക്കാൻ ദൈവം എന്ത് സൂക്ഷിക്കും, നമ്മളെന്ത് സൂക്ഷിച്ചു വെക്കണം, നമ്മളെ മനസ്സിൽ സൂക്ഷിച്ചു വെക്കേണ്ടത്, ദൈവം തന്റെ പുസ്തകത്തിൽ സൂക്ഷിച്ചു വെക്കേണ്ടതുമായ കാര്യങ്ങൾ എന്താണെന്നും അത് ഒരു നിഷ്കളങ്കമായ സ്നേഹത്തിന്റെ ഒരു വലിയ ലക്ഷണമാണ്. നമ്മുടെ ഹൃദയത്തിൽ നാം ചെയ്ത ഉപകാരങ്ങളെ നാം സൂക്ഷിച്ചു വെക്കാതെ പിന്നെയോ മറ്റുള്ളവർ നമുക്ക് ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് മുന്നോട്ട് പോവുകയും അതേ സമയത്ത് തന്നെ നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളുടെയും കൃത്യമായ കണക്ക്, നാം ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളുടെയും ദൈവസ്നേഹത്തിൽ സഹോദര സ്നേഹത്തിൽ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളുടെയും വളരെ കൃത്യമായ കണക്ക് തന്റെ ഓർമ്മയുടെ പുസ്തകത്തിൽ മരണപുസ്തകത്തിൽ സൂക്ഷിച്ചു വെച്ച് തന്റെ മക്കളെ ആദരിക്കുന്ന നല്ല കർത്താവ് നമുക്കുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ അങ്ങനെ സൂക്ഷിച്ചു വന്ന സമയത്ത് 16-ാം അധ്യായത്തിൽ നിന്ന് ടച്ച് ചെയ്ത് പോയി ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ തന്റെ പരിപൂർണമായ ഹിതം നിറവേറ്റുവാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നമുക്ക് നമ്മുടെ പ്രതീക്ഷകൾക്ക് അപ്പുറമായി കാത്തിരിക്കേണ്ട വരാം. നമ്മുടെ സമയങ്ങൾ ഒക്കെയും ചിലപ്പം അതിക്രമിച്ചു പോയേക്കാം, നമ്മുടെ കണക്കൂട്ടുകൾ തെറ്റിപ്പോയേക്കാം, നമ്മൾ ബലഹീനരായേക്കാം. പക്ഷെ എങ്കിലും ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന അതാണ്. കാരണം അബ്രഹാമിന്റെയും സാറയുടെയും ജീവിതത്തിൽ 10 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം 75-ാമത്തെ വയസ്സിൽ ഇറങ്ങി തിരിച്ചു. 10 വർഷം കഴിഞ്ഞ് 85-ാമത്തെ വയസ്സായപ്പോഴാണ് സാറ അബ്രഹാമിന് ഒരു ആലോചന പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അത് തന്റെ ജീവിതത്തിന്റെ ആവശ്യമായിരുന്നു. അത് തനിക്ക് വേണ്ടി ഒരു കുഞ്ഞിനെ നേടുവാൻ താൻ കണ്ടെത്തിയ ഒരു മാർഗവും അത് കഴിഞ്ഞുള്ള ആ വീട്ടിൽ സംഭവിച്ച അതിന്റെ അനന്തരമായ വിഷയങ്ങളും ആ വീട്ടിൽ നടന്ന പ്രശ്നങ്ങളും അതൊക്കെയും തുറന്ന് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു. അത് നമുക്ക് ഒരു വാണിംഗ് ആണ്. നമുക്ക് മാതൃകയായിട്ട് സാക്ഷികളുടെ വലിയൊരു സമൂഹമുണ്ട് നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് നമുക്ക് അതറിയത്തില്ല, ആരായാലും എനിക്കറിയില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ അബ്രഹാമിന്റെ സാറിന്റെയും കാര്യത്തിൽ അങ്ങനെയല്ല. അവർക്ക് പിന്നിലേക്ക് നോക്കുവാൻ, അവർക്ക് ചുറ്റും സാക്ഷികളെ നോക്കുവാൻ അവർക്ക് ആരും ഇല്ലായിരുന്നു. അവരാ ആദ്യത്തെ ദമ്പതികളായിരുന്നു അങ്ങനെ ദൈവം നടത്തുന്നത്. എന്നാൽ എലിസബത്തിന്റെയും സക്കറിയാവിന്റെയും ജീവിതത്തിൽ വരുമ്പോൾ സക്കറിയാവിന്റെ അടുത്ത് ആലയത്തിലേക്ക് വന്ന് ദൂതൻ പറയുന്നുണ്ട്, നിന്റെ ഭാര്യ ഗർഭം ധരിച്ചിട്ട് ഒരു മകനെ പ്രസവിക്കും എന്ന് പറഞ്ഞപ്പോൾ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായെന്ന് പറഞ്ഞപ്പോൾ സക്കറിയാവ് ഒന്ന് സംശയിച്ച് ഒന്ന് ചോദിച്ചപ്പോൾ സക്കറിയാവിനോട് ദൂതൻ പറഞ്ഞു, ഇനി കുഞ്ഞിനെ ലഭിക്കുന്നവരെ നീ ഊമനായിരിക്കട്ടെ, മിണ്ടാതിരിക്കട്ടെ. കാരണം സക്കറിയാവിന് ആരുണ്ടായിരുന്നു നോക്കാൻ? അബ്രഹാമും സാറയും ഉണ്ടായിരുന്നു. വ്യക്തമായി അറിയാം. അതിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം പ്രവർത്തിച്ച വിധങ്ങൾ. അപ്പം നമുക്ക് അബ്രഹാമിന്റെയും സാറയുടെയും ജീവിതത്തിൽ വന്ന ആ ഒരു ജീവിതത്തിന്റെ ആവശ്യവേളയിൽ അവരെടുത്ത തീരുമാനം അവരെ എത്ര ദോഷമായി ബാധിച്ചു, അവർക്ക് എത്ര ഭാരമുളവാക്കി, സംഘർഷം ഉളവാക്കി, സമ്മർദ്ദമുളവാക്കി, തമ്മിൽ കലഹത്തിന് കാരണമായി. അതെ, പറയാൻ പാടില്ലാത്ത വാക്കുകൾ പറയേണ്ടതും ദൈവത്തെ മധ്യത്തിൽ നിർത്തിക്കൊണ്ട് അവർ രണ്ടു വശത്ത് നിന്നുകൊണ്ട് അതെ അങ്ങനെയൊക്കെ സംഭവിച്ചു. നമുക്ക് സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള വലിയ മാതൃക അവർ തന്നെയാണ്. അവരെ നമുക്ക് മാറ്റി നിർത്തിയോ അവരെ കുറ്റപ്പെടുത്തിയോ അല്ല, മറിച്ച് നാം തിരിച്ചറിയണം, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ നടത്തുന്ന എല്ലാ വഴികളിലൂടെയും തികച്ചും എത്ര പ്രയാസം നമുക്ക് തോന്നിയാലും നമ്മളായിട്ട് ആ പെർഫെക്റ്റ് വില്ലിന് ഒരു ഓൾട്ടർനേറ്റീവ് കണ്ടെത്താതെ ഒരു ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തെ കൊണ്ട് അനുവദിപ്പിക്കുന്ന ഒരു ഹിതത്തിനായി ബന്ധപ്പെടാതെ പിന്നെയോ ദൈവം മനുഷ്യന് അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് പറയത്തക്ക രീതി ദൈവം നമ്മളെ നടത്തുമ്പോൾ നമുക്ക് നമ്മളെ താഴ്ത്തി വിധേയപ്പെടുത്തി ദൈവത്തിൽ കൊടുത്താൽ തീർച്ചയായും അതിന്റെ അനന്തര ഫലങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അത് കർത്താവിന് വിശന്നപ്പോൾ പിശാചി ഒന്ന് പ്രലോഭിപ്പിച്ചു. എന്തിനാ ഇനി വിഷം ലഭിക്കുന്നത്? ഇനിയും എത്ര സമയം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ആഹാരം, അതുകൊണ്ട് നീ ഇപ്പോൾ തന്നെ അതിനുള്ളൊരു മാർഗം കണ്ടെത്ത് എന്ന് പറഞ്ഞപ്പോൾ യേശു അതിനെ തടഞ്ഞു. യേശു പറഞ്ഞു, ഇല്ലില്ല, ഇത് അതിനുള്ള സമയമല്ല. ഇത് ദൈവത്തിന്റെ വായിൽ വരുന്ന സകല വചനം കൊണ്ട് മനുഷ്യൻ ജീവിക്കുമെന്ന് തെളിയിക്കേണ്ട സമയമാണ്. ഈ സമയത്ത് ഞാൻ എന്റെ ആവശ്യങ്ങളെയല്ല മുൻനിർത്തേണ്ടത്, പിന്നെയോ ദൈവത്തിന് എന്നെ കുറിച്ചുള്ള ഉദ്ദേശങ്ങളെയാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. ഞാൻ എന്റെ ആവശ്യങ്ങളെ ഒത്തിരി അങ്ങോട്ട് ഞാൻ ശ്രദ്ധിച്ചാൽ, ഓമനിച്ചാൽ, അതിനുവേണ്ടി അങ്ങ് വെമ്പൽ കൊണ്ടാൽ, അതിനുവേണ്ടി ഞാൻ വല്ലാത്ത തിടുക്കം കാട്ടിയാൽ എനിക്കൊരിക്കലും ദൈവിക ഉദ്ദേശം നിലകൊള്ളുവാൻ കഴിയും. നമുക്ക് ദൈവിക ഉദ്ദേശം നിലകൊള്ളാം. പിന്നെ ഒരു സംശയവും ആർക്കുമില്ല, ദൈവം തന്നെ കുഞ്ഞുങ്ങളുടെ ആവശ്യത്തെ മറന്നുകളയുന്ന ദൈവമല്ല.
എന്നാൽ അതോടൊപ്പം തന്നെ തന്റെ ഉദ്ദേശങ്ങളെയും കൂടെ നമ്മുടെ ജീവിതത്തിൽ സാധിപ്പിച്ചെടുത്ത് തന്റെ തിരുഹിതത്തിലേക്ക് നമ്മളെ നടത്തുക എന്നുള്ളത് ദൈവത്തിന്റെ പ്രധാനമായ ഉദ്ദേശമാണ്. അതിനനുസരിച്ച് വിധേയപ്പെടാൻ തക്ക നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ വന്ന ഭാഗങ്ങൾ തന്നെ, അതായത് ഈ ഭാഗങ്ങളിലേക്ക് ചിന്ത വരാൻ തന്നെ കാര്യം നമ്മൾ നോഹയുടെ പുസ്തകം സംസാരിച്ചപ്പോൾ തനിക്കായി തന്നെ ജീവിക്കുന്ന ഒരു തലമുറയുടെ നടുവിൽ കർത്താവ് ശിഷ്യന്മാർക്ക് തന്റെ വരവിനെ കുറിച്ചും യുഗാവസാനത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ചും പറഞ്ഞപ്പോൾ പറഞ്ഞ നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവാകും എന്ന് പറഞ്ഞിട്ട് ആ കാലത്തിനെ സംബന്ധിച്ച് അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. പ്രളയം വന്നതോ അവര് അറിഞ്ഞില്ല. ആ ഭാഗത്ത് നമുക്ക് കിട്ടിയൊരു മെസ്സേജാണ്. എന്താണ്? തനിക്കായി തന്നെ ജീവിക്കുന്ന ഒരു തലമുറ. ദൈവം ഉണ്ടെന്നറിയാം, ദൈവത്തിന് പദ്ധതികൾ ഉണ്ടെന്നറിയാം, ദൈവത്തിന് പദ്ധതിയുള്ളവർ അവിടെ ജീവിക്കുന്നെന്നും അറിയാം. ദൈവത്തിന് പദ്ധതിയുള്ളവർ അവരുടെ ജീവിതത്തെ വിട്ടുകൊടുക്കും. പക്ഷെ അതിനോടൊന്നും ചേർന്ന് നിൽക്കാൻ കഴിയാതെ തനിക്കായി തന്നെ ജീവിക്കുന്നതിന്റെ തിരക്കിൽ, തങ്ങൾക്കായി തന്നെ സമയം ചിലവഴിക്കുന്നതിന്റെ തിരക്കിൽ, തങ്ങൾക്കായി തന്നെ സ്വരൂപിച്ചു വെക്കുന്ന ചെലവഴിക്കുന്ന തങ്ങളുടെ ആഘോഷങ്ങൾ മതിമറന്ന് സന്തോഷിക്കുന്നതിന്റെ തിരക്കിൽ ദൈവിക പദ്ധതിയെ ഉൾക്കൊള്ളാൻ കഴിയാതെ, ദൈവിക ഉദ്ദേശങ്ങളെ മനസ്സിലാക്കാൻ കഴിയാതെ കൈവിടപ്പെട്ട തലമുറ, ശിക്ഷ വിധിക്ക് യോഗ്യരായി തീർന്ന ഒരു തലമുറയെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് യേശു തന്റെ വരവിന്റെയും യുഗാവസാനത്തിന്റെ ലക്ഷണങ്ങൾ പറയുന്നതെങ്കിൽ അത് ചിന്തിച്ചാണ് നമ്മൾ ഇവിടെ വരെ എത്തിയത്. അങ്ങനെ ഉള്ളപ്പോൾ നമ്മൾ ഓർത്തോണം, വളരെയധികം സാഹചര്യങ്ങൾ ലോത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ദൈവത്തിനായി ജീവിക്കാൻ. പക്ഷെ ഒരിക്കലും തനിക്കത് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. അബ്രഹാമിനോട് ചേർന്ന് നടന്നിട്ടും അബ്രഹാമിനോട് ഇറങ്ങി തിരിച്ചിട്ടും അബ്രഹാമിനോട് കൂടെ ആയിരുന്നിട്ടും ഒരിക്കൽ പോലും ലോത്തിന് തനിക്കായി തന്നെ ജീവിക്കാനേ കഴിഞ്ഞുള്ളൂ, ദൈവത്തിനായി ജീവിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അതേ സമയത്ത് റൈച്ചസ് മാൻ ആണ്. കാരണം അനീതി ചെയ്യാൻ ആഗ്രഹിക്കാതെ അനീതി ചെയ്യുന്ന പട്ടണത്തെയും പട്ടണക്കാരെയും നോക്കി നെടുവീർപ്പെടുന്ന ഒരു വലഞ്ഞുപോയ നീതിമാൻ എന്ന് പറഞ്ഞാൽ ഒരു സിക്കായ റൈച്ചസ് ആയിരുന്നു. പക്ഷെ ഒടുവില മനുഷ്യന്റെ ആ അവസാനവും വീട്ടിൽ തന്റെ ഭവനത്തിൽ സംഭവിച്ചതും തന്റെ പട്ടണത്തിൽ സംഭവിച്ചതും എല്ലാം വളരെ ദയനീയവും വളരെ ദൈവ കോപത്തിന് ഇരയായിത്തീരുന്ന ഒരു പട്ടണത്തിലെ വാസിയായി താൻ തീർന്നതൊക്കെ നമുക്ക് അറിയാം. അതുകൊണ്ട് നമ്മൾ ഈ ഭാഗങ്ങൾ ചിന്തിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് ചോദിച്ചാൽ, ദൈവം നമുക്ക് തരുന്ന ജീവിത സാഹചര്യങ്ങളെ വ്യക്തമായി തിരിച്ചറിഞ്ഞുകൊണ്ട്, ദൈവം നമ്മൾ സംസാരിക്കുന്ന വചനങ്ങളെ ആധാരമാക്കിക്കൊണ്ട് നമുക്ക് തന്നെ എന്തിനു വേണ്ടി ഒരുക്കാം? ദൈവത്തിനായി ജീവിക്കുവാൻ, ദൈവ പദ്ധതിക്ക് പങ്കാളികളാകുവാൻ, കർത്താവിന്റെ വരവിനു വേണ്ടി നമ്മളെ തന്നെ ഒരുക്കുവാൻ. അതെ, നാം നമുക്കായി ജീവിച്ചാൽ, ഉപജീവന ചിന്തകളാൽ നാം വല്ലാതെ കുഴഞ്ഞു മറിഞ്ഞു പോയാൽ, നാം നമുക്കായി ജീവിച്ചാൽ കർത്താവിന്റെ വരവിനായി ജീവിക്കാൻ നമുക്ക് പറ്റത്തില്ല. രണ്ടും കൂടെ നടക്കത്തില്ല. കർത്താവിന് വേണ്ടി നാം ജീവിക്കുമ്പോൾ നമുക്ക് ആവശ്യമായ ദൈവം കരുതും. നമുക്കായി നമ്മൾ ജീവിച്ചാൽ കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുക്കപ്പെടാൻ കഴിയത്തില്ല. എന്നാൽ കർത്താവിന്റെ വരവിന് വേണ്ടി, കർത്താവിന്റെ ആ വാഗ്ദാനങ്ങൾക്ക് വേണ്ടി, ദൈവിക ഉദ്ദേശത്തിന് വേണ്ടി നാം നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ നമ്മൾ പോലും അറിയത്തില്ല ഇതെങ്ങനെ സാധിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു, ഇതെപ്പോൾ നടന്നു, ഇതെങ്ങനെയാണ് ഈ പ്രതികൂലം മാറിയത്, ഞാൻ വിചാരിച്ചു ഇത് അങ്ങനെയൊന്നും അല്ല, ഇതിന് ഒത്തിരി എനിക്ക് പ്രതിസന്ധി നേരിടണം, ഞാൻ വിചാരിക്കുന്നതിലും ചിന്തിക്കുന്നതിലും അപ്പുറമായ വഴികൾ ദൈവത്തിന്റെ പക്കലുണ്ട്. കാരണം അറിയോ, ആഴിക്കകത്തും അവന് വഴികളുണ്ട്. അതെ, ആഴമേറിയ സമുദ്രത്തിന്റെ നടുക്കും ദൈവത്തിന് ഉണങ്ങിയ നിലമൊരുക്കാൻ കഴിയും. പക്ഷെ ആർക്കു വേണ്ടി ദൈവം ഒരുക്കുന്നേ? തന്റെ വിളി കേട്ട് ഇറങ്ങിത്തിരിച്ചവർ ആ വഴിയിലൂടെ നടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു, ദൈവത്തിൽ വിശ്വസിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, ദൈവത്തെ സേവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, ഹൃദയം കൊണ്ട് ദൈവത്തോട് പറ്റിയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ പക്കൽ അത്ഭുതങ്ങൾക്ക് കുറവില്ല, വീര്യപ്രവർത്തനങ്ങൾക്ക് കുറവില്ല. ആവശ്യങ്ങളെ നിറവേറ്റി തരുവാൻ അവന്റെ പക്കലുള്ള ഉറവ ഇന്നും വറ്റിപ്പോയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ആ ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് നമ്മളെ തന്നെ ദൈവങ്ങൾ സമർപ്പിക്കാൻ ദൈവ ചിന്തകൾ ഉതകട്ടെ. നമുക്കായി തന്നെ ജീവിക്കുവാൻ നമ്മളെ വിട്ടുകൊടുക്കാതെ, ദൈവത്തിനായി ജീവിക്കുവാൻ നമ്മളെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഉതകുന്ന ദൈവന ചിന്തകളാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ട് ഇരിക്കുന്നതെന്ന് ദൈവമക്കളെ ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ അബ്രഹാമിനെ ലോത്തിനെ ഒന്ന് താരതമ്യം ചെയ്ത് ചിന്തിക്കുന്നത്. ലോത്തിന്റെ നമ്മളിങ്ങനെ ചിന്തിച്ചു, അബ്രഹാമിന്റെ ഹൃദയത്തിൽ ലോത്ത് ഉണ്ടായിരുന്നു, അവർ തമ്മിൽ സെപ്പറേറ്റ് ആയി എന്ന് ചിന്തിച്ചു. എന്നാൽ സെപ്പറേറ്റ് ആയി കഴിഞ്ഞ അബ്രഹാമിന്റെ ഹൃദയത്തിലെ നിഷ്കളങ്കമായ സഹോദര സ്നേഹത്തിന്റെ വ്യക്തമായ തെളിവുകൾ നാം ചില അധ്യായങ്ങൾ വിശദമായി എടുത്ത് ചിന്തിച്ചു. അതുപോലെ തന്നെ വീണ്ടും നമ്മൾ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റും അബ്രഹാമിന്റെ ഹൃദയത്തിൽ തന്റെ സഹോദരനായ ലോത്ത് എന്തുമാത്രം സ്ഥാനം ഉണ്ടായിരുന്നു, അവനൊരു ദോഷവും സംഭവിക്കരുതെന്നും ഒക്കെ. കാരണം അതുകൊണ്ടാണല്ലോ തന്റെ ജീവനെ കൂടെ പണയപ്പെടുത്തി, തന്റെ കൂടെയുള്ളവരുടെ ജീവനെ കൂടെ പണയപ്പെടുത്തി താൻ ഇറങ്ങി തിരിച്ച് അവനെ തിരിച്ചുകൊണ്ടു തനിക്കുള്ള സകലത്തെ ലോത്ത് സമ്പത്തുള്ളവനായി ജീവിക്കുന്നതിൽ അബ്രഹാമിന് ഒരു അസൂയയും ഇല്ലായിരുന്നു. എന്നെയും എന്റെ സഹോദരനെയും കൂടെ വേർതിരിച്ചത് ഈ സമ്പത്താണ് എന്ന് അബ്രഹാം ഹൃദയത്തിൽ കരുതി അതൊരു കുറ്റമായി കണ്ട് ജീവിച്ചിരുന്നെങ്കിൽ അബ്രഹാം ഒരിക്കലും വീണ്ടെടുപ്പിന് വേണ്ടി പോകുമ്പോൾ ആ സമ്പത്ത് വീണ്ടെടുത്ത് കൊടുക്കത്തില്ല. ലോത്തിന് തന്റെ കുടുംബത്തെ മാത്രമേ
വീണ്ടെടുത്ത് കൊടുക്കത്തുള്ളൂ. അബ്രഹാമിന് ഒന്നൊരു വിഷയമല്ല, ഒറ്റ കാര്യമുള്ളായിരുന്നു, തന്റെ സഹോദരൻ നശിച്ചു പോകരുത്, അല്ലെങ്കിൽ അനീതിയുള്ള തലമുറയിൽ, പാപം അകൃത്യവും വർദ്ധിച്ചുള്ള തലമുറയുടെ നാശത്തിന്റെ പങ്കാളികളായി തീരരുത് എന്ന് അബ്രഹാം അതിയായിട്ട് ആഗ്രഹിച്ചു. അങ്ങനെ 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അബ്രഹാമിന്റെ ഹൃദയത്തിലെ ആ ചിന്തകൾ നമുക്ക് കൂടുതലായി വ്യക്തമാകുന്ന ഒരു വേദഭാഗമാണ് 18-ാം അധ്യായം, അതിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ. 18-ന്റെ 1 മുതൽ ഞാൻ ഓൾറെഡി ഡേവിഡോട് പറഞ്ഞു. 15-ാം അധ്യായത്തിൽ അബ്രഹാമിന് ഈ ദേശം എനിക്ക് അവകാശമായി ലഭിക്കുന്ന എന്ത് അടയാളം എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഒരു ഉടമ്പടി ചെയ്തുകൊണ്ട് ദൈവം അടയാളം കൊടുക്കുന്നു. 17-ാം അധ്യായം എത്തുമ്പോൾ അബ്രഹാമിനോട് 99-ാമത്തെ വയസ്സെത്തുമ്പോൾ നിനക്ക് ഞാൻ തലമുറയെ തരും, സാറ തന്നെ. അപ്പത്തേക്ക് ഓൾറെഡി ഇസ്മായിൽ ഉണ്ടായി കഴിഞ്ഞു. അപ്പൊ അബ്രഹാം കരുതിയിരുന്നത് എന്താണെന്നറിയാവോ? ഇസ്മായിൽ ഉണ്ടായി, ഇസ്മായിലിനെ ദൈവം ആയുസ്സോടെ വെച്ചാൽ മതി എന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, പ്രതിസന്ധികളൊക്കെ ഉണ്ടായി, വഴക്കുണ്ടായി രണ്ടുപേരും തമ്മിൽ ഒക്കെ പറയുമ്പോൾ തന്നെ ഇസ്മായിൽ ജീവനോടിരുന്നാൽ മതി എന്ന് കരുതി അബ്രഹാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 99 വയസ്സായി. പക്ഷെ അപ്പോൾ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി പറയുന്നു, അല്ല, ഞാൻ സർവ്വശക്തിയുള്ള ദൈവമാണ്, നീ നേരുള്ളവനായി നടക്കുക, നിന്റെ ഭാര്യ സാറയിൽ നിന്ന് തന്നെ നിനക്കൊരു മകൻ ഉണ്ടാവുന്നപ്പോൾ അബ്രഹാം തന്നെത്താൻ നോക്കി ചിരിച്ച് കവിണ്ണു വീണ് ചിരിച്ചു. അപ്പോൾ ദൈവം അവനോട് സംസാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് തലമുറ നിന്റെ സന്തതിയെ ഞാൻ വർദ്ധിപ്പിക്കും എന്ന് പറയുന്ന ഭാഗം നമുക്ക് അവിടെ കാണാൻ പറ്റും. അതിന്റെ 17-ാം അധ്യായത്തിൽ ആ ഒരു ഉടമ്പടിയാണ് അവിടെ നടക്കുന്നത്. 17-ന്റെ 6 ഇങ്ങനെ പറയുന്നുണ്ട്, ആറാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിച്ച് അനേക ജാതികളാക്കും, നിന്നിൽ നിന്ന് രാജാക്കന്മാർ ഉത്ഭവിക്കും. അപ്പം അവിടെ ഇങ്ങനെയാണ് പറയുന്ന ഒരു കാര്യം, ഐ വിൽ മേക്ക് യു എക്സ്ട്രീംലി ഫ്രൂട്ട്ഫുൾ. അപ്പം നമ്മൾ ചിന്തിച്ച ഒരു ഭാഗം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ലോത്ത് എക്സ്ട്രീംലി ഫ്രൂട്ട്ഫുൾ ആയ ഒരു ലാൻഡിന്റെ പുറകെ പോയി. ലോത്തിന്റെ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ അതെ അധികമായ എന്താ പറയണ്ടേ, ഫലപുഷ്ടിയുള്ള, ഫലം ലഭിക്കുന്ന, വെള്ളം ലഭിക്കുന്ന, നീരോട്ടമുള്ള, തന്റെ മൃഗസമ്പത്തുകൾക്ക് ഏറ്റവും ഫലപുഷ്ടമായി ജീവിക്കാൻ കഴിയുന്ന മൃഗങ്ങളുടെ പ്രൊവിഷൻസ്, തങ്ങളുടെ പ്രൊവിഷൻസ്, അതിന് ജലത്തിന്റെ ഉറവകൾ വേണം, പച്ചപ്പ് വേണം, എല്ലാ കാര്യങ്ങളും നോക്കി ലോത്തിന്റെ കണ്ണിനകത്ത് എന്ത് കയറി വന്നു? ലോത്തിന്റെ കണ്ണിനകത്ത് ഒരു എക്സ്ട്രീംലി ഫ്രൂട്ട്ഫുൾ ലാൻഡ് കയറി വന്നു. അത്യധികമായ ഫലപുഷ്ടമായ ഒരു പ്രദേശം, ഒരു ഭൂപ്രദേശത്തിലേക്ക് ലോത്തിന്റെ കണ്ണ് പോയപ്പോൾ അബ്രഹാമിന്റെ കണ്ണ് എങ്ങോട്ട് പോയി? സർവശക്തനായ ദൈവത്തിലേക്ക് പോയി. എന്നെ വിളിച്ചു വേർതിരിച്ച ദൈവം, ഞാൻ ഉണ്ടാക്കിയ വിഗ്രഹങ്ങളാണ് യഥാർത്ഥ ദൈവം എന്ന് കരുതി ആ വിഗ്രഹങ്ങളെ സേവിച്ചിരുന്ന എന്നെ ജീവനുള്ള ദൈവത്തെ സേവിക്കുവാൻ തക്കവണ്ണം അബ്രഹാമേന്ന് വിളിച്ച്, എന്നെ പേർന്ന് വിളിച്ച് എന്നെ കൊണ്ടുവന്ന ദൈവം, ആ ദൈവത്തിലേക്ക് ദൃഷ്ടി വെച്ച് തനിക്കായി തന്നെ ജീവിച്ച മനുഷ്യനെ ദൈവത്തിനായി ജീവിക്കുവാൻ ദൈവം വിളിച്ചു വേർതിരിച്ചപ്പോൾ തനിക്കായി ജീവിക്കുന്ന തന്റെ ആ പ്രഥമ സ്ഥാനം മാറ്റിയിട്ട്, ആ പരിഗണന മാറ്റിയിട്ട് ദൈവത്തിനായി ജീവിക്കുവാൻ 75-ാമത്തെ വയസ്സിൽ സമർപ്പിക്കപ്പെട്ട അബ്രഹാമിന്റെ മുമ്പിൽ ഭൂപ്രദേശങ്ങൾ ഒരു തടസ്സമായിരുന്നില്ല, സുന്ദരിയായ ഭാര്യ ഒരു തടസ്സമായിരുന്നില്ല, തന്റെ വീട്ടിലുള്ള 318 അഭ്യാസികൾ തനിക്കൊരു അഹങ്കാരമായി മാറിയില്ല, തന്റെ ബഹുധനവും സമ്പത്തും പൊന്നും വെള്ളിയും തനിക്ക് ഒരിക്കലും തന്നിക്കായി ജീവിക്കാനുള്ള പ്രേരണയും പ്രലോഭനമായി അബ്രഹാം അനുവദിച്ചില്ല. പിന്നെയോ ഏത് ഫലപുഷ്ടമായ ഭൂപ്രദേശവും അങ്ങനെ നിൽക്കുമ്പോൾ അബ്രഹാം ദീർഘമായി കണ്ടതും അടുത്തും അകലെയുമായി കണ്ടതും ആരെയും ചോദിച്ചാൽ അതെ സർവശക്തനായ ദൈവത്തെയാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ എക്സ്ട്രീംലി ഫ്രൂട്ട്ഫുൾ ആയ ഒരു ലാൻഡിന് വേണ്ടി ഓടാതിരുന്നു, ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി കാലുകൾ വെച്ചപ്പോൾ 99-ാമത്തെ വയസ്സ് 17-ാം അധ്യായം 1-ാം വാക്യം അങ്ങനെയാണ്. അബ്രഹാമിന് 99 വയസ്സായി എന്ന് പറയുമ്പോൾ അബ്രഹാമിന്റെ ലൈഫ് ഡെഡ്നെസ്സിലേക്ക് വരുമ്പോൾ, തനിക്ക് ദൈവം തലമുറയെ കൊടുക്കുമെന്നുള്ള വാഗ്ദാനം ഉള്ളപ്പോൾ ഇസ്മായിലിനെ അവിടെ ലഭിച്ചു. ഇനി ഇസ്മായിൽ ആയിരിക്കും ദൈവിക വാഗ്ദത്തങ്ങൾക്ക് പങ്കാളിയാകുന്നതെന്ന് അബ്രഹാം കരുതിയിരിക്കുമ്പോൾ അബ്രഹാമിനെ ഞെട്ടിപ്പിച്ചുകൊണ്ട് അബ്രഹാമിന്റെ മനസ്സിന് എന്താ പറയട്ടെ, ചിന്തിക്കാൻ കഴിയുന്നതിൽ അപ്പുറമായ ദൈവിക സന്ദർശനം ഉണ്ടാകുന്ന ഒരു അധ്യായമാണ് 17-ാം സന്ദർശനം. അപ്പോഴത്തേക്ക് അബ്രഹാം എങ്ങനെയായി കഴിഞ്ഞിരുന്നു? അബ്രഹാം 85-ാമത്തെ വയസ്സിലാണ് ആരുണ്ടാകുന്നത്? ഇസ്മായിൽ ഉണ്ടാകുന്നത്. എന്നാൽ 99 വയസ്സായിട്ടാണ് പിന്നെ ദൈവീയ വാഗ്ദത്തത്തെ റിന്യൂ ചെയ്തുകൊണ്ട് പുതുക്കിക്കൊണ്ട് വീണ്ടും അബ്രഹാമിനെ ഓർപ്പിച്ചു നിർത്തുമ്പോൾ അബ്രഹാമിന്റെ ശാരീരിക സ്ഥിതി വളരെ ബലഹീനമായിരുന്നു, കണക്കൂട്ടുകൾ തെറ്റിയിരുന്നു, ജീവിതത്തിൽ അതെ ഒട്ടും ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് താനും തന്റെ കുടുംബവും തന്റെ ഭാര്യയും അതേ ശാരീരികമായ സ്ഥിതിയിൽ മാറിപ്പോയിരുന്നു. പക്ഷെ അബ്രഹാം ഒരു കാര്യം മനസ്സിലായി, ദൈവത്തിനൊരു മാറ്റവുമില്ല. ദൈവം പറയുന്നു, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. എന്നിട്ട് പറയുന്ന
വാക്കാണ് 18:6. ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിക്കും. ഐ വിൽ മേക്ക് യു എക്സ്ട്രീംലി ഫ്രൂട്ട്ഫുൾ. അതിശയിച്ചു പോകും. അപ്പൊ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കേണ്ട എന്ന് ചോദിച്ചാൽ, എന്താ പറയണ്ടേ, എക്സ്ട്രീംലി ഫ്രൂട്ട്ഫുൾ ആയ ഒരു ലാൻഡിന്റെ പുറകെ പോകാതെ പിന്നെയോ അതെ അദൃശ്യനായ ദൈവത്തിന്റെ പുറകെ സഞ്ചരിച്ച മനുഷ്യന്റെ പ്രായം എത്ര അതിക്രമിച്ചിട്ടും അവന്റെ ജീവിതത്തിൽ ദൈവം കൊടുക്കുന്ന വാഗ്ദാനം എന്ന് ചോദിച്ചാൽ, നീ എന്നെ നിന്റെ ഹൃദയത്തിൽ അതെ നീ സ്വീകരിച്ച് എന്നെ സേവിച്ചത് കൊണ്ട് നിന്റെ ശരീരത്തിന്റെ ബലഹീനത എന്റെ പ്രവൃത്തിക്ക് ഒരു തടസ്സമല്ല. നിനക്ക് ഫ്രൂട്ട്ഫുൾ ലാൻഡ് അല്ല നിന്റെ കൺമുമ്പിലുള്ളത്. നിനക്ക് അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കുന്ന നിന്നോട് ഞാൻ എന്റെ വാഗ്ദാനത്തെ പുതുക്കി പറയുകയാണ്, ഓർമ്മിപ്പിച്ചുണർത്തി പറയുകയാണ്. എനിക്കറിയാം നീ ഡെഡ് സിറ്റുവേഷനിലേക്ക് വന്നു, പക്ഷെ നീ ഫ്രൂട്ട്ഫുൾ ആവുമെന്നല്ല പറഞ്ഞേ, ഞാൻ നിന്നെ ഫ്രൂട്ട്ഫുൾ ആക്കും. രണ്ടു തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. നാം ജയാളികളാകുന്നതും നാം ജയം കൈവരിക്കുന്നതും നമ്മുടെ ശാരീരസ്ഥിതി നാം മാറ്റുന്നതുമല്ല. ഇവിടെ പറഞ്ഞു, ഞാൻ നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും, ഞാൻ നിന്റെ ശാരീരിക സ്ഥിതിക്ക് മാറ്റം വരുത്തും. ഐ വിൽ മേക്ക് യു എക്സ്ട്രീംലി ഫ്രൂട്ട്ഫുൾ. പലപ്പോഴും നമ്മുടെയൊക്കെ അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചുകൊണ്ടുള്ള വിശ്വാസയാത്ര പലർക്കും ദോഷത്വമായി തോന്നുമ്പോൾ, പലർക്കും അത് അംഗീകരിക്കാൻ കഴിയാതെ വരുമ്പോൾ, പക്ഷേ വ്യക്തമായി ഓർത്തോണം, തനിക്കായി തന്നെ ജീവിക്കുന്നവൻ ഓരോ ദിവസവും നാശത്തിലേക്ക് നീങ്ങുമ്പോൾ, ദൈവത്തിനായി ജീവിക്കുന്നവൻ ഓരോ ദിവസവും നിത്യജീവിതത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്, ദൈവപദ്ധതിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക. ദൈവികത തനിക്കായി തന്നെ ജീവിക്കുന്നവനെ ഈ ലോകം കേമനെന്ന് കരുതുമ്പോൾ, ദൈവത്തിനായി ജീവിക്കുന്നവനെ തികച്ചും മണ്ടനെന്ന് കരുതുമ്പോൾ, ഇന്ന് രാത്രി ദൈവജനം അറിഞ്ഞിരിക്കും, ദൈവത്തിനായി ജീവിക്കുന്നവരാണ് യഥാർത്ഥ ബുദ്ധിമാൻ. അവനാണ് അതെ ശരിക്കും നിക്ഷേപം ഉണ്ടാക്കുന്നത്, അവനാണ് ശരിക്കും ചരിതിച്ചു വെക്കുന്നത്. കാരണം അത് ആ നാളിലേ അത് വെളിപ്പെടത്തുള്ളൂ, അതിന്റെ സമയമാകുമ്പോഴേ അത് മനസ്സിലാകത്തുള്ളൂ. തനിക്കായി തന്നെ ജീവിക്കുന്നവൻ അറിയില്ല, വഴുവഴുപ്പിലാ നിൽക്കുന്നത്. അവൻ എല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് അറിയുന്നത്, ഞാൻ എനിക്കായി ജീവിച്ചു, എന്റെ ജീവിതം നഷ്ടപ്പെടുത്തിയല്ലോ. അതെ, ഒരു ഗോതമ്പ് മണി നിലത്തു വീണ് ചാകുന്ന പോലെ ചാകാൻ ദൈവ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ, അതുകൊണ്ട് ഒരു വിളവുമില്ലല്ലോ തിരിച്ചറിയുമ്പോഴത്തേക്ക് ഒത്തിരി വൈകിപ്പോയി. ഐ വിൽ മേക്ക് യു എക്സ്ട്രീംലി ഫ്രൂട്ട്ഫുൾ. അതായത് എക്സ്ട്രീംലി ഡെഡ് ആയ ഒരാളോടാ പറയുന്നു. അധികമായി, അതായത് ഒരു പുരുഷൻ എത്തിച്ചേരാമെന്നതിന്റെ ഏറ്റവും വലിയ നിർജീവത്വത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന അബ്രഹാം എന്ന അതെ ആ ദൈവത്തിന്റെ സ്നേഹിതനോട് ദൈവം ഏറ്റവും അധികം സ്നേഹിക്കുന്ന തന്റെ പ്രിയനായ അബ്രഹാമിനോട് പറയുകയാണ്, ഈ സമയത്ത് ഞാൻ നിന്നോട് പറയാം, ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിക്കും. ദൈവത്തിന്റെ പ്രവൃത്തിയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പം അത് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഒന്ന് ഓർത്തിരിക്കാൻ ഞാനത് ചില വാക്യങ്ങൾ ഓർപ്പിക്കുകയാണ്. അങ്ങനെ അബ്രഹാമിനെ ഓർപ്പിക്കുന്നു. ഈ 17-ാം അധ്യായത്തിൽ എന്ത് സംഭവിക്കാൻ ചോദിച്ചാൽ, 15-ാം അധ്യായത്തിൽ ദേശം കനാൻ ദേശം അബ്രഹാമിന് അവകാശമായി കൊടുക്കുമെന്നുള്ളതിന് ഉടമ്പടി സ്ഥാപിക്കുന്നു. 17-ാം അധ്യായത്തിൽ എത്തുമ്പോൾ സന്തതിയെ ഇസ്മായേൽ അല്ല ഇസ്ഹാക്കിനെ ലഭിക്കുമെന്നുള്ള ഉടമ്പടി ചെയ്യുവാൻ ദൈവം പരിച്ഛേദന എന്ന ആ അടയാളത്തോടു കൂടിയ ഉടമ്പടിയുടെ അടയാളമായി പരിച്ഛേദന കൊടുക്കുന്ന അധ്യായമാണ് 17-ാം. അങ്ങനെ രണ്ട് കാര്യത്തിലും ദൈവം ഉറപ്പിച്ചു, ദേശം അവകാശമായി തരുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് 15-ാം അധ്യായത്തിൽ ഒരു ഉടമ്പടി നടക്കുന്നു. 17-ാം അധ്യായത്തിൽ അബ്രഹാമിന്റെ വീട്ടിലുള്ള എല്ലാവരും പരിച്ഛേദന കഴിക്കുന്നു. എന്തിനും ചോദിച്ചാൽ ദൈവത്തിന്റെ ഉടമ്പടിയുടെ പ്രത്യക്ഷ അടയാളമായി. അങ്ങനെ ദൈവം ഒരു വശത്ത് നമ്മൾ കാണുന്നത് ഓരോ ദിവസവും ബലഹീനമായിരിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനോട് ബലമുള്ള വാഗ്ദാനങ്ങൾ ദൈവം ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ ദിവസവും ബലഹീനമായിരിക്കുന്ന അതെ കുടുംബത്തോട്, ഏറ്റവും നിർജീവത്തിലേക്ക് പോകുന്ന കുടുംബത്തോട് ദൈവം എന്താ പറയണ്ടേ, അത്യധികമായ ദൈവിക വാഗ്ദാനങ്ങളെ, ദൈവികമായ ആലോചനകളെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. പറയുന്നോട്ട് ഇവർക്ക് സ്വീകരിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ ഇവർ ബലഹീനരാകുന്നു. ദൈവോട്ട് പറച്ചിലും നിർത്തുന്നുമില്ല. ദൈവത്തിന്റെ പ്രവൃത്തി ഇവിടെ ആരംഭിച്ചിട്ടേ ഉള്ളൂ. അതായത് നാം അവസാനിച്ചു എന്ന് പറയുന്നിടത്തുനിന്ന് ആരംഭിക്കുന്നതിന് ദൈവം എന്ന് ഇവിടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഞങ്ങളുടെ സാഹചര്യങ്ങൾ ഇതാണ്, ഇസ്മായിലുമായി ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം, ഇസ്മായിലിനെ നീ അങ്ങനെ തന്നെ അബ്രഹാം പറയുന്നുണ്ട്, നീ ജീവനോടെ വെച്ചാൽ മതി, അവനെ കരുതിയാൽ മതി, ഈ ജീവിതത്തിൽ ഞങ്ങൾ മുന്നോട്ട് പൊക്കോളാം എന്ന് പറയുമ്പോൾ ആ ദൈവം അത് ഒരിക്കലും അല്ല, അങ്ങനെ നീ ചിന്തിക്കുക പോലും വേണ്ട, നിന്റെ ഭാര്യ സാറാ എന്നൊരു മകൻ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം ചിരിച്ചേ. നമ്മളില് എത്ര പേർക്കറിയാം, എനിക്ക് നമ്മൾ ഇതുവരെ ചിന്തിക്കുന്നുണ്ട് അറിയായിരിക്കും, ഭൂരിഭാഗം ആൾക്കാർക്കും സാറ ചിരിച്ചത് മാത്രമേ അറിയത്തുള്ളൂ. 18-ാം അധ്യായത്തിൽ സാറ ചിരിച്ച ഭാഗം എല്ലാവർക്കും അറിയാം. 18-ന്റെ
12-ാം വാക്യത്തിൽ സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു എന്നുള്ള പ്രസംഗിക്കുന്ന എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്. പക്ഷെ 17-ാം അധ്യായത്തിൽ നിന്റെ ഭാര്യ സാറ നിനക്ക് ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം ചിരിച്ച കാര്യം പലരും മറന്നു പോകുന്നുണ്ട്, പലരും അറിയാതെ പോകുന്നുണ്ട്. അവിടെ എടുത്തു പറയുന്ന ഭാഗം നമുക്കറിയാം. എന്താണ് അവിടെ പറയുന്നത്? 17-ാം അധ്യായത്തിൽ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ 17 ഇങ്ങനെ പറയുന്നു. അതായത് എന്താ അങ്ങനെ പറയാൻ കാര്യം? ദൈവം 17-15 ദൈവം പിന്നെയും അബ്രഹാമിനോട് നിന്റെ ഭാര്യയായ സാറായിയെ സാറായി എന്നല്ല വിളിക്കേണ്ടത്, അവളുടെ പേർ സാറ എന്നിരിക്കണം. ഞാൻ അവളെ അനുഗ്രഹിച്ച് അവളിൽ നിനക്കൊരു മകനെ തരും. ഞാൻ അവളെ അനുഗ്രഹിക്കുക, അവൾ ജാതികൾക്ക് മാതാവായി തീരുകയും ജാതികളുടെ രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്യുമെന്ന് അരുളിച്ച്. അപ്പോൾ അബ്രഹാം കവണ്ണു വീണ് ചിരിച്ചു. പക്ഷെ പല പ്രസംഗിക്കുന്ന പാസ്റ്റർമാരുടെ കണ്ണിലും അബ്രഹാം ചിരിച്ചത് അവർ കാണാറില്ല. പിന്നെ അവർ ചിരിച്ചത് ആര് ചിരിച്ചാ കാണുന്നേ? സാറ ഉള്ളിൽ ചിരിച്ചത് അവരും ഘോരഘോരമായി പ്രസംഗിക്കുന്നത് നമ്മളെല്ലാരും കേട്ടിട്ടുണ്ട്. നമ്മുടെ പാസ്റ്ററല്ല, നമ്മൾ കേട്ടിട്ടുണ്ട്. ഭയങ്കര അടച്ചാക്ഷേപിച്ച് അല്ലേ? ദൈവത്തിന് വേണ്ടി ഒരു ചെറിയ കാര്യത്തിന് പോലും കാത്തിരിക്കാൻ ദീർഘക്ഷമയില്ലാത്തവരാണ് സാറയെ കുറ്റം പറയുന്നത്. നമുക്ക് ഒരു സാറ ചിരിച്ചതിനെ കുറിച്ച് ഈ പറയുന്ന വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ വിശ്വാസത്താൽ നടക്കാനോ ദൈവത്തെ പ്രസാദിപ്പിക്കാനോ സ്വന്തം ജീവിതത്തെ ദൈവം തൊടുമ്പോൾ കിടന്ന് നെട്ടോട്ടമോടുന്ന പലരുമാണ് ഇത് പറയുന്നത്. അബ്രഹാം കവണ്ണു വീണ് ചിരിച്ചു. 100 വയസ്സുള്ളവന് മകൻ ജനിക്കുമോ 90 വയസ്സുള്ള സാറ പ്രസവിക്കുമോ എന്ന് തന്റെ ഹൃദയത്തിൽ പറഞ്ഞു. ഇസ്മായേൽ നിന്റെ മുമ്പാകെ ജീവിച്ചിരുന്നാൽ മതിയെന്ന് അബ്രഹാം ദൈവത്തോട് പറഞ്ഞു. അപ്പൊ അബ്രഹാമിന്റെ മനസ്സിലായോ? ദൈവവുമായുള്ള ബന്ധത്തിന് ഭംഗമൊന്നും വന്നിട്ടില്ല. പക്ഷെ തങ്ങളുടെ ജീവിതത്തിന്റെ നിർജീവത്വത്തെ ഗ്രഹിച്ചുകൊണ്ട് അപ്പോഴും ഒരു തീരുമാനമെടുത്തു. എന്തെല്ലാം സംഭവിച്ചാലും ദൈവത്തെ സേവിക്കുന്നതിൽ നിന്ന് പിന്മാറത്തില്ല. അതായിരുന്നു അവരുടെ ക്വാളിറ്റി. എന്തെല്ലാം സംഭവിച്ചാലും ദൈവം നമുക്ക് മക്കളെ തരും എന്നുള്ളതല്ലായിരുന്നു അവരുടെ വിശ്വാസം. എന്തെല്ലാം ഇവിടെ സംഭവിച്ചാലും സാറേ നീ വിഷമിക്കണ്ട, നീ അമ്മയാകും എന്നുള്ളതല്ല അവരുടെ പ്രാഥമികമായ വിഷയം. അവര് പറയുന്ന ഇതാണ്, എന്തെല്ലാം സംഭവിച്ചാലും എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഇനി ഇതൊന്നും ദൈവം പറഞ്ഞു ഒന്നും നിവർത്തിയാകാത്ത വിധത്തിൽ നമ്മൾ ബദലിനായി തീർന്നു നമ്മൾ ഗ്രഹിക്കുമ്പോഴും നമ്മുടെ തീരുമാനത്തിന് മാറ്റം വരരുത്. നമ്മൾ ഈ വിഗ്രഹങ്ങളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഈ കനാൻ നാട്ടിൽ നമ്മൾ സത്യ ആരാധികളായി സത്യ നമസ്കാരികളായി സമയാസമയങ്ങളിൽ യാഗപീഠം ഉണ്ടാക്കി ജീവനുള്ള അദൃശ്യനായ ദൈവത്തിന് യാഗം അർപ്പിച്ചിരിക്കും. ജോഷ പറഞ്ഞ പോലെ me and my family will serve the Lord. അബ്രഹാം അത് എത്ര വട്ടം തന്നെ മനസ്സിനോട് പറഞ്ഞു കാണും, എന്തെല്ലാം സംഭവിച്ചാലും സാറേ ഒരു തീരുമാനം നമുക്ക് മാറ്റമില്ല, നാം ദൈവത്തെ സേവിച്ചിരിക്കും. ഇതായിരുന്നു അവരെ വിശ്വാസമുള്ള മാതാവും പിതാവുമാക്കി തീർക്കാനുള്ള അവർ ഹോൾഡ് ചെയ്തിരുന്ന ക്വാളിറ്റി. അവരുടെ വിശ്വാസം ഒരു ദേശത്തിലേക്കല്ലായിരുന്നു, അവരുടെ വിശ്വാസം ഒരു സന്തതിയിലേക്കല്ലായിരുന്നു. പിന്നെയോ അവരെ വിളിച്ചു വേർതിരിച്ച സർവശക്തനായ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കുന്ന ആ ദൈവത്തിങ്കിലുള്ള അവരുടെ ആശ്രയവും ദൈവത്തെ സേവിക്കുവാനുള്ള പ്രായത്തിനപ്പുറമായ അവരുടെ തീഷ്ണതയുമാണ് ദൈവം നീതിയായി കണക്കിട്ട്. നമ്മുടെ ഈ ക്രിസ്ത്യൻ ജീവിതത്തിൽ നമ്മൾ ഓർത്തോണം, ദൈവത്തെ സേവിക്കുവാൻ ഇറങ്ങി തിരിച്ച ദൈവം വിളിച്ചു വേർതിരിച്ച നമ്മൾ ഒരു പ്രത്യേകമായ വിഷയത്തിൽ കണ്ണുടക്കരുത്. ഒരു പ്രത്യേകമായ ജീവിത സാഹചര്യത്തിലേക്കോ ലക്ഷ്യത്തിലേക്കോ നാം കോൺസെൻട്രേറ്റ് ചെയ്യരുത്. നമ്മുടെ ആവശ്യങ്ങളെന്നും ആവശ്യങ്ങൾ മാത്രമായിരിക്കണം, അത് ലക്ഷ്യമായി മാറരുത്. നമുക്കെല്ലാം ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. നമുക്കെല്ലാം പല ആവശ്യങ്ങളുണ്ട്, പക്ഷെ നമുക്കെല്ലാം ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചുകൊണ്ട് വിശ്വാസാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുക. നമ്മുടെ എല്ലാ ലക്ഷ്യം ഒന്നാ, പക്ഷെ നമ്മുടെ ആവശ്യങ്ങൾ വിഭിന്നമാണ്. അതിനോട് എന്നും നീതി പുലർത്തുന്നവരാണ് നമ്മുടെ. അപ്പൊ അബ്രഹാം ചിരിച്ചു. എന്നെ ഇന്ന് കേൾക്കുന്ന ആരും അത് മറക്കരുത്. അബ്രഹാം കവണ്ണു വീണ് ചിരിച്ചു. 18-12 സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു. അപ്പൊ അബ്രഹാം കവണ്ണു വീണ് ചിരിച്ചപ്പോൾ എന്താണ് ദൈവം എടുത്തു പറയാൻ ഞാൻ തിരുത്തി. അബ്രഹാം ദൈവത്തോട് പറഞ്ഞു, അതിന് ദൈവം അരുളിച്ച, അല്ല, നിന്റെ ഭാര്യയായ 18-19 സാറ തന്നെ നിനക്കൊരു മകനെ പ്രസവിക്കും, നീ അവന് ഇസഹാക്ക് എന്ന് പേരിടണം. ആ ചിരിച്ചത് എന്താ എടുത്തു പറയാഞ്ഞേ? കാരണം അബ്രഹാം ചിരിച്ചത് അബ്രഹാമിന് മനസ്സിലായി, ദൈവത്തിനും
സാറയുടെ കാര്യം എന്താ എടുത്തു പറഞ്ഞേ? സാറ പുറത്തല്ല ചിരിച്ചത്, അകത്താ. ഇനി ഇവർ രണ്ടുപേരും ചിരിച്ചത് എന്തിനെ നോക്കിയാണെന്നറിയാമോ? ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ആ മഹത്വത്തെ ചെറുതായി കണ്ടുകൊണ്ടല്ല, ദൈവിക വാഗ്ദാനങ്ങളെ വാക്കിനെ അവരുടെ വാർദ്ധക്യത്തെ നോക്കിയാ ചിരിച്ചേ. തങ്ങളുടെ വാർദ്ധക്യം അവരെ ചിരിപ്പിച്ചു. ദൈവം പറയുന്ന കാര്യങ്ങൾ ഏറ്റെടുക്കാൻ കഴിയാത്ത വിധത്തിൽ അവരുടെ ശരീരത്തിന്റെ ബലഹീനതയാണ് അവർക്ക്. അതുകൊണ്ടാണ് അത് ദോഷമായി കണക്കിടാൻ ദൈവത്തോടോ ദൈവിക വാഗ്ദാനങ്ങളോടോ അവർ മുഖം തിരിച്ചതല്ല എന്നും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ നമ്മൾ ചിന്തിച്ചു വരുമ്പോൾ ദൈവം, അതായത് ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഏറ്റവും ബലഹീനനായപ്പോൾ ദൈവം ഇന്ന് വരെ സംസാരിക്കാത്ത പോലെ ബലമുള്ള വാഗ്ദത്തം ഉറപ്പിച്ചു. ഉറപ്പിക്കുക, വീണ്ടും ഉറപ്പിക്കുക. എന്നിട്ട് പറഞ്ഞാൽ ഞാൻ അടയാളം കൂടെ തരിക, നീ എന്നെ അനുസരിക്കുന്നുള്ളതിന്റെ ഈ ഞാൻ പറഞ്ഞ ഉടമ്പടിക്ക് നീ ഒപ്പുവെക്കുന്നു, എന്റെ വാക്കിനെ നീ അതുപോലെ അടയാളം പരിച്ഛേദന ഏൽക്കണമെന്നുള്ള കൽപ്പനയോടെ കൊടുത്തു. അന്ന് അബ്രഹാം ദൈവം പറഞ്ഞ പോലെ തന്നെ അവിടെയുള്ള അവന്റെ വീട്ടിൽ ജനിച്ചതും അവന്റെ ദാസരായവരും ഇസ്മായിലും അപ്പനും മകനും എല്ലാം ഒരേ ദിവസത്തിൽ പരിച്ഛേദനയേറ്റു. അവരുടെ വീട്ടിലുള്ള എല്ലാവരും അവനോടുകൂടെ പരിച്ഛേദനയേറ്റു. അതെല്ലാ പുരുഷ പ്രജയും, തന്നോടൊപ്പമുള്ള എല്ലാ പുരുഷ പ്രജയും അബ്രഹാം ഇസ്മായിലും അതായത് 17-ാം അധ്യായം സന്തതിയെ കൊടുക്കുമെന്നുള്ള ഉടമ്പടിയുടെ ഉറപ്പിന്റെ അടയാളമായി നിത്യമായി അബ്രഹാമും തന്റെ സന്തതിയും ദൈവത്തെ സേവിക്കുന്നുള്ള അടയാളത്തിൽ ഉടമ്പടിയുടെ അടയാളമായി പരിച്ഛേദന കഴിയും. 18-ാം അധ്യായം എത്തുമ്പോൾ എന്ത് സംഭവിക്കുകയാണ്? വീണ്ടും ഒരു അത്ഭുതകരമായ ദൈവപ്രവൃത്തിയോടെ നടക്കുകയാണ്. എന്തെന്ന് ചോദിച്ചാൽ, അങ്ങനെ അബ്രഹാം ആ പരിച്ഛേദനയൊക്കെ ഏറ്റൊക്കെ കഴിഞ്ഞ് 99 വയസ്സ് കഴിഞ്ഞിരിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ, ഞാനത് പല പ്രാവശ്യം പല ദൈവവചന പഠനങ്ങളുടെ മധ്യത്തിൽ വെച്ച് ഞാനിത് പ്രസംഗിച്ചിട്ടുണ്ട്. നിങ്ങളത് ഓർക്കുന്നു എന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ ഒന്ന് ഓടിച്ചു പറയാം. 18:1 തൊട്ട് 15 വരെ ലോത്തിന്റെ കാര്യങ്ങളാ 16 തൊട്ട് വരാൻ തോന്നേ. 1 തൊട്ട് 15 വരെയുള്ള വാക്യങ്ങൾ ദൈവമക്കള് അത് വായിച്ചൊന്ന് ധ്യാനിക്കണം. എന്തുവാണെന്നറിയാമോ? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എത്ര ശരീരം ബലഹീനമായിട്ടും ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറാതിരുന്നിട്ടും വീണ്ടും ദൈവം ആ ഒരു വർഷത്തിനുള്ളിൽ ഇത് സംഭവിക്കുമെന്ന് പറഞ്ഞ് ദൈവം അവനെ വിട്ടു കയറി പോകുമ്പോൾ അതിനുശേഷം ദൈവം ഒരു ടെസ്റ്റും കൂടെ നടത്തി. എന്താന്ന് ചോദിച്ചാൽ, മാറ്റങ്ങൾ ഒന്നുമില്ലാതിരിക്കുന്ന അബ്രഹാമിന്റെ ഭവനത്തിലേക്ക് പ്രത്യേകിച്ച് ദൈവം പറഞ്ഞ് ഇസഹാക്ക് ഉളവാകാൻ പോകുന്നതേ ഉള്ളൂ. അതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് എന്ത് ചെയ്തു? വളരെ എല്ലാവരും എടുത്തു പറഞ്ഞൊരു കാര്യമാണ്. അനന്തരം യഹോവ അവൻ മമ്രയുടെ തൊപ്പിൽ വെച്ച് പ്രത്യക്ഷനായി വെയിലുറച്ചപ്പോൾ അവൻ കൂടാരവാതിക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അവിടെ പറയുന്ന വാക്യങ്ങളൊക്കെ വളരെ നമ്മളെ സന്തോഷിപ്പിക്കും, നമ്മളെ ശുശ്രൂഷയിൽ വളരെ ആക്റ്റീവ് ആക്കുന്ന കാര്യങ്ങളാണ്. 1 തൊട്ട് 16 വരെ പലരും തങ്ങളുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ്, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ എത്രയോ അധികം മിനിസ്ട്രിയിൽ നിന്ന് പിന്മാറി, എത്രയോ അധികം ശുശ്രൂഷയിൽ നിന്ന് പിന്മാറി, എത്രയോ അധികം ആക്റ്റീവായി നിൽക്കേണ്ടിടത്ത് പാസീവായി നിൽക്കുന്നു. പക്ഷെ ഈ ഭാഗം ഒന്ന് വായിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. നമ്മൾ ഇതൊക്കെ വായിക്കുന്നുണ്ടല്ലോ, വെറും അക്ഷരങ്ങളിലൂടെ കടന്നു പോന്നേ, അവരുടെ ജീവിതത്തിലൂടെ കടന്നുപോയി ഇത് വായിക്കുമ്പോൾ വലിയൊരു പ്രചോദനമാ. എന്തെന്ന് ചോദിച്ചാൽ, മാറ്റമില്ലാത്ത ജീവിത സാഹചര്യത്തിലും ദൈവത്തെ സേവിക്കുന്ന സന്തോഷം നഷ്ടപ്പെടാത്ത, ദൈവത്തെ സേവിക്കാനുള്ള എരിവും തീഷ്ണതയും നഷ്ടപ്പെടാത്ത ആ ദമ്പതികളുടെ സമർപ്പണവും ശുശ്രൂഷയുടെ ദൃശ്യമാണ്. അവിടെ വന്ന അതിഥികളെ സൽക്കരിക്കുവാൻ ഇത്രയധികം സേവകരുള്ള, ദാസ്യദാസന്മാർ, പരിചാരകരുള്ള ഒരു മനുഷ്യൻ താനാണ് ഓടുന്നത്, താനാണ് അവരെ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിക്കൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്നു, നിലം വരെ കുനിഞ്ഞു. 99 വയസ്സ് കഴിഞ്ഞിരിക്കുന്ന മനുഷ്യന് നിലം വരെ കുനിയാൻ കഴിഞ്ഞു. എന്തിനു വേണ്ടിയെന്നറിയാമോ? ദൈവത്തിന്റെ പ്രതിനിധികളായി അല്ലെങ്കിൽ അതിഥികളെ സൽക്കരിക്കാന്നുള്ളത് സർവീസിന്റെ ഭാഗമായതുകൊണ്ട്, അതൊരു ശുശ്രൂഷ മനോഭാവമായതുകൊണ്ട്, അത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ക്വാളിറ്റി ആയതുകൊണ്ട് 99 വയസ്സ് കഴിഞ്ഞ മനുഷ്യന് അതിഥികളെ സൽക്കരിപ്പാൻ, യൗവനത്തിൽ മാത്രമല്ല, മധ്യവയസ്സിൽ മാത്രമല്ല, വാർദ്ധക്യത്തിലും ആതിഥ്യ മര്യാദയുടെ അങ്ങേ അറ്റം പുലർത്തുവാൻ ആ മനുഷ്യന് ആ ശുശ്രൂഷ മനോഭാവം ഉണ്ടായി. അബ്രഹാം എന്ന പിതാവ് നമുക്ക് വലിയൊരു മാതൃകയാണ്. ഇന്ന് പലരും അവരുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചില്ലെങ്കിൽ അവരുടെ സംസാര രീതി തന്നെ മാറും. സഹോദരങ്ങളോട് കൊടുക്കുന്ന വന്ദനത്തിൽ തന്നെ മാറ്റം വരും. വിശേഷങ്ങൾ പറയുന്നതിനും ചോദിക്കുന്നതിനും മാറ്റം വരും. നിരാശ നിഴലിടും. കാരണം എന്താ? അവര് നിരാശരായി മാറുക. പക്ഷെ അബ്രഹാമിനെ നോക്കിക്കേ,
അവരുടെ കൂടാരത്തിനകത്ത് നിർജീവത്വം ഉണ്ടായിരുന്നു, പക്ഷെ നിരാശയില്ലായിരുന്നു. അതാ വ്യത്യാസം. ദൈവം നമ്മളോടൊപ്പം വസിക്കുമ്പോൾ, ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിർജീവത്വം കാണും. പക്ഷെ ആ നിർജീവത്വം ഒരു നിരാശയെ നേരിടാൻ ദൈവം ഒരിക്കലും സമ്മതിച്ചില്ല. അബ്രഹാമിന്റെ കൂടാരത്തിനകത്ത് നിരാശ നേരിടാഞ്ഞുകൊണ്ടാ കൂടാരവാദികൾ ആ ആക്റ്റീവായി നിൽക്കുന്ന അബ്രഹാമിനെ കണ്ടത്. കാരണം അബ്രഹാമിന്റെ ഉള്ളിൽ ദൈവത്തെ സ്നേഹിപ്പാനുള്ള ആ ചൂട്, ആ തീഷ്ണത ഒരിക്കലും നഷ്ടപ്പെട്ടില്ല. അത് എന്തുകൊണ്ടാണ് നഷ്ടപ്പെടാഞ്ഞത്? വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതിൽ എനിക്ക് മടുപ്പില്ല. കാരണം താൻ ദൈവത്തെ സേവിച്ചത് ദേശത്തിനും മക്കൾക്കും വേണ്ടിയല്ല. നാം ദൈവത്തെ സേവിക്കുന്നത് ഏതെങ്കിലും കണ്ടീഷനിലാണെങ്കിൽ, വ്യവസ്ഥാപിതമാണെങ്കിൽ ഉറപ്പിച്ചോ ആ കാര്യത്തോട് ബന്ധപ്പെട്ട് നമ്മുടെ തീഷ്ണത കയറി മാറിയിരിക്കും. അങ്ങനെ അബ്രഹാം അതിഥികളെ സ്വീകരിക്കുക. എന്തോ സ്വീകരിക്കുന്നോ? യജമാനനെ, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ. അസാരം വെള്ളം കൊണ്ടു നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ. കൽപ്പിച്ചാ മതി, കഴുകാൻ അവിടെ ആൾക്കാരുണ്ട്. പക്ഷെ അബ്രഹാം പറയാ, ഞാനാണ് ആതിഥേയനെങ്കിൽ, ഹോസ്റ്റ് ഞാനാണെങ്കിൽ, ഗസ്റ്റിന്റെ കാല് കഴുകാൻ തക്കവണ്ണം എത്ര കുനിയാനും എത്ര വിധേയത്വം പുലർത്താൻ ഞാൻ തയ്യാറാ. വൃക്ഷത്തിന് കീഴിലിരിപ്പി, ഞാനൊരു മുറി അപ്പം കൊണ്ടുവരാം. പറയുന്നത് ഒരു മുറി അപ്പം, പക്ഷെ ഒരുക്കുന്ന വലിയ മാന്യമായ ഒരു ആഹാരമാണ്. തിരിച്ചല്ല, ഇപ്പൊ വലിയ സാധനം തരുന്ന ഒരു മുറി അപ്പം കൊടുക്കുകയല്ല, ഒരു മുറി അപ്പം കൊടുക്കുമെന്ന് പറഞ്ഞവരെ പിടിച്ചു നിർത്തിയിട്ട് കാളയാണ് അറക്കുന്നത്. അതായത് അബ്രഹാമിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാ. പറച്ചിലിനകത്ത് അബ്രഹാം വലിയൊരാകത്തില്ല, പ്രവൃത്തിയിലാണ് അബ്രഹാമിന്റെ വലിപ്പം. നമ്മുടെ വലിയൊരു മാതൃക. നമ്മുടെ വാക്കിൽ നമ്മൾ വലിപ്പം കാണിക്കരുത്, നമ്മുടെ പ്രവൃത്തിയിൽ മറ്റുള്ളവർ അനുഭവിക്കണം. നമ്മളിൽ പുറപ്പെടുന്ന ആ ആതിഥ്യമായ ആ അതിഥികൾക്ക് ലഭിക്കേണ്ട, ആതിഥേയന് ലഭിക്കേണ്ട മര്യാദ, സ്നേഹം, ആ സമർപ്പണം, ആ ശുശ്രൂഷ, അല്ലെങ്കിൽ ഒരു ദൈവസഭയ്ക്ക് ലഭിക്കേണ്ട ശുശ്രൂഷകൾ, അതെ, പരസ്പര അവയവങ്ങൾക്ക് ലഭിക്കേണ്ട സഹായങ്ങൾ, അത് വാക്കിലൂടെ വൻപിച്ച വാക്ക് പറയുകയല്ല. ഒരു മുറി അപ്പം എന്നാ പറയുന്നത്. ഒരു മുറി അപ്പം കൊണ്ടുവരാം, വിശപ്പടക്കിയിട്ട് നിങ്ങൾക്ക് പോകാം. ഇതിനായിട്ടല്ലോ നിങ്ങൾ അടിയന്റെ അടുക്കൽ കയറി വന്നതെന്ന് പറഞ്ഞു. നീ പറഞ്ഞതുപോലെ ആകട്ടെ എന്നവർ പറഞ്ഞു. അബ്രഹാം ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ ഓടിച്ചെന്ന്. അപ്പൊ ഞാനിത് നിങ്ങളോട് പങ്കുവെച്ചിട്ടുള്ളതാ. ഞാനിത് വായിച്ചപ്പോ ഓർക്കും, എന്റെ കർത്താവേ, അബ്രഹാമിന് അപ്പനാകാനും സാറയ്ക്ക് അമ്മയാകാനും മാത്രമേ വീക്ക്നെസ് ഉള്ളല്ലോ, ഇവർക്കൊരു വീക്ക്നെസ്സും ഇല്ലല്ലോ. ഇവരെന്തൊരു ബലമാ ഇവർക്ക്. ഇവരേടെ കൈ കൊടുക്കുന്നില്ല, നടു തിരുമുന്നില്ല, മുട്ടിന് പിടിക്കുന്നില്ല. അവര് വേണ്ട ഒരാള് നിലം വരെ കുനിയുന്നു. പിന്നെ അബ്രഹാം ഞാനൊന്ന് പെയ്യെ നടക്കല്ലോ. അബ്രഹാം ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ ഹറിയിടെന്നാ, വേഗത്തിൽ, എന്തോ ഫാസ്റ്റാ, എന്തോ ധൃതിയാ. ബന്ധപ്പെട്ട് കൂടാരത്തിൽ സാറയുടെ അടുക്ക ചെന്നു. അല്ലാതെ ദാസിദാസന്മാരുടെ അടുക്കലല്ല. സാറയെ മിനിസ്ട്രിക്ക് പങ്കാളിയാക്കുക, സാറയെ ശുശ്രൂഷയ്ക്ക് പങ്കാളിയാക്കുക. സാറയുടെ അടുക്ക ചെന്നു. നീ ക്ഷണത്തിൽ, എന്ന് വെച്ചാൽ എളുപ്പമാ. 3 കഴി മാവെടുത്തു. ഒരു മുറി അപ്പം ഉണ്ടാക്കാൻ 3 കഴി മാവിന്റെ ആവശ്യമുണ്ടോ? 3 കഴി മാവ് കൊണ്ട് അപ്പം ഉണ്ടാക്കാന്ന് വൻപ് പറയല്ല. ഒരു മുറി അപ്പം എന്ന് പറഞ്ഞവരെ പിടിച്ചു നിർത്തിയിട്ട് കുഴയ്ക്കുന്ന. ഞാനൊരു അബ്രഹാമിന്റെ കൃത്യ അളവ് കേട്ടോ. നീ ക്ഷണത്തിൽ 3 കഴി. അപ്പൊ അബ്രഹാം കിച്ചണിൽ കയറുന്നുണ്ടെന്ന് ഇത് വായിക്കുമ്പോൾ മനസ്സിലാവും, അല്ലെ? അബ്രഹാമിന് കുക്കിംഗ് പരിചയം ഉണ്ടെന്ന് മനസ്സിലാവും. നീ 3 കഴി മാവെടുത്ത് കുഴച്ച് അപ്പം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. അബ്രഹാം പശുക്കൂട്ടത്തിൽ ഓടിച്ചെന്ന്. അപ്പൊ നിലം വരെ കുനിയുന്നു, അവരെ ഇരുത്തുന്നു, അവരുടെ കാല് കഴുകുന്നു, വീണ്ടും ഓടുന്നു. സാറയെ ധൃതി പിടിപ്പിക്കുന്നു, വെപ്രാളം പിടിപ്പിക്കുമല്ല, സാറയെ ശുശ്രൂഷയ്ക്ക് വേണ്ടി സജ്ജയാക്കുന്നു. എത്ര കുഴക്കണമെന്ന് കൺഫ്യൂഷൻ ഒന്നുമില്ല, കൃത്യ അളവ് പറഞ്ഞു കൊടുത്തു. 3 പേരെ വന്നിരിക്കുന്നത് 3 കഴി മാവ് കഴിച്ചു. അബ്രഹാം പശുക്കൂട്ടത്തിൽ മെല്ലെ നടന്നു എന്നല്ല, അബ്രഹാം പശുക്കൂട്ടത്തിൽ ഓടിച്ചത്. ഇത് ആരെയും ചെല്ലുന്നേ? ദൈവമേ, ഇസ്മായിൽ ജീവനോടിരുന്നാൽ മതി, എനിക്ക് ഒരു കുഴപ്പമില്ല. അതിന്റെ അർത്ഥം മനസ്സിലായോ? ഇസഹാക്കിനെ കിട്ടാത്തതുകൊണ്ട് ഞാൻ നിന്നെ കൈവിടുമെന്നോ, ഞാൻ നിന്നെ ഉപേക്ഷിക്കുമെന്നോ, എല്ലാവരുടെയും മുമ്പിൽ എന്റെ തല കുനിഞ്ഞാലും എന്റെ ദൈവമായുള്ള ബന്ധത്തിന് ഒരു ഭംഗോ ഈ ആയുസ്സിലുണ്ടാകാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഞാനും എന്റെ ഭാര്യ സാറയും നിന്നെ സേവിച്ചിരിക്കുമെന്ന് അതെ ഉള്ളിൽ തീരുമാനിച്ച അബ്രഹാമിന്റെ സാറയുടെ ജീവിതത്തിൽ അത് ദൃശ്യമാക്കാൻ ഒരു അവസരം കൊടുക്കുക. ഇന്ന് രാത്രി ദൈവമക്കളുള്ള ദൈവത്തിന്റെ ആലോചന പറയട്ടെ, നമ്മളുള്ള ആലോചന കേൾക്കണോ? ഹൃദയത്തിൽ നാം നിരൂപിച്ചിരിക്കുന്ന നിരൂപണങ്ങളുണ്ടല്ലോ. എന്തു വന്നാലും
ഏതു വന്നാലും സാരമില്ല, ഞാൻ കർത്താവിനെ സേവിക്കും, അവന്റെ സഭയെ സ്നേഹിക്കും, അവന് വേണ്ടി വേല ചെയ്യുമെന്നുള്ള നമ്മുടെ ഉള്ളിലെ തീരുമാനങ്ങളെ പ്രവൃത്തിയായി പുറത്തുകൊണ്ടുള്ള സാഹചര്യങ്ങൾ ദൈവം അനുവദിക്കും. അവിടെ വിജയിച്ചോണം. അത് പരീക്ഷാ മേഖലയാ. ആ പരീക്ഷയിൽ വിജയിച്ചോണം. ഈ പരീക്ഷയിൽ ഇവരെങ്ങനെ വിജയിച്ചെന്നറിയാമോ? ഇസ്ഹാക്കിനെ കൊടുക്കുന്നതിന് മുമ്പ്, സാറാ ഗർഭിണി ആകുന്നതിന് മുമ്പ്, എന്നാൽ കൊടുക്കുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്ന അടുത്ത ആണ്ടെന്ന് പറഞ്ഞിട്ട് പോയ ആ കാലയളവ്, പ്രഗ്നന്റ് ആകുന്നതിന്റെ ഇടയ്ക്കുള്ള ആ ഒരു കാലയളവിൽ അവസാന പരീക്ഷ എന്ന നിലയിൽ, ഇസ്ഹാക്ക് ഉണ്ടാകുന്നതിന് മുമ്പുള്ള അവസാന പരീക്ഷ എന്ന നിലയിൽ ദൈവം കൊടുത്തൊരു വഴിയെ, ഒരു സാഹചര്യം ഇതാണ്. അപ്രതീക്ഷിതമായ ഒരു ദിനത്തിൽ അതിഥികളെ സൽക്കരിക്കാൻ വരുമ്പോൾ ഇവരുടെ ഉള്ളിലുള്ള ദൈവസ്നേഹം സഹോദര സ്നേഹമായി വെളിപ്പെടും. ബന്ധപ്പെടുന്നു എന്ന് വെച്ചാൽ ധൃതി, ഭയങ്കര ധൃതിയാ. എന്താ ഇത് എന്ത് സൂചനയാ ദൈവമക്കളെ നമുക്ക് തരുന്നേ? അബ്രഹാമും സാറയും തങ്ങൾക്കായിട്ടല്ല ജീവിച്ചതെന്ന് തെളിയിക്കുന്ന, ദൈവത്തിനായി ജീവിക്കുന്നവരുടെ ബോഡി ലാംഗ്വേജ് കാണുമ്പോ അറിയാം. തനിക്കായി തന്നെ ജീവിക്കുന്നവരുടെ ശരീരഭാഷ കാണുമ്പോ അറിയാം. ദൈവത്തിനായി ജീവിക്കുന്നവന്റെ ബോഡി ലാംഗ്വേജ് എന്ന് മനസ്സിലാവും. അവൻ ദൈവത്തിനായാണോ ജീവിക്കുന്നത്? ദൈവസഭയോടുള്ളവന്റെ കൂറ് അതവരുടെ ശരീരഭാഷയിൽ നിന്ന് വ്യക്തമാണ്. പിന്നല്ലേ വാക്ക്. അതെന്തിനാ ഈ ബോഡി ലാംഗ്വേജ് ഇവിടെ എഴുതിയെന്ന് ദൈവമക്കൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തിനാ അബ്രഹാമിന്റെ ശരീരഭാഷ ഇവിടെ വിവരിച്ചത്? നിലം വരെ കുനിഞ്ഞു, കാല് കഴുകി, ഓടിച്ചെന്നു, ബന്ധപ്പെട്ടു, സാറയെ തിടുക്കം കൂട്ടി, 3 അടങ്ങഴി മാവ് കുഴയ്ക്ക്, വീണ്ടും ഓടുന്നു. എങ്ങോട്ട്? പശുക്കൂട്ടത്തിലേക്ക് ഓടുന്നു. നമ്മളിതൊക്കെ ചെയ്യും എപ്പോഴാണെന്നറിയോ? മക്കൾ UK വരുമ്പം, കാനഡയിൽ നിന്ന് വരുമ്പം, നമ്മള് വിരുന്നിന് ദമ്പതികളെ വിളിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ മാനത്തിന് വേണ്ടി നമ്മൾ ഒരുക്കുന്നതിന് ഈ ഓട്ടോ ചാട്ടോട്ടോ. പക്ഷേ അപ്രതീക്ഷിതമായും അല്ലെങ്കിൽ അതെ ദൈവത്തിനു വേണ്ടിയും തിരിച്ച് ഒരു വിരുന്ന് കിട്ടാത്ത, ഇത് ചെലവ് മാത്രമാ, തിരിച്ചു കിട്ടാനുള്ളതല്ല, ഇത് ദൈവിക ശുശ്രൂഷ ഭാഗമാണെന്ന് പറയുമ്പോൾ അപ്പോഴീ ബോഡി ലാംഗ്വേജ് ഉണ്ടോ ഇല്ലോ എന്ന് അറിയാം. തനിക്കായിട്ടാണോ ജീവിക്കുന്ന ദൈവത്തിനാണോ? അത് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, മറ്റുള്ള ദൈവമക്കളുടെ സഹോദരങ്ങളുടെ സഭയുടെ ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ശരീരത്തിനൊരു ഭാഷയുണ്ടോ? നമ്മുടെ അത് നോട്ടത്തിനും വാക്കിനും ചലനത്തിനും ഒരു അപ്പോഴും എഴഞ്ഞു വലിഞ്ഞു നടക്കുകയാണോ? അതോ തന്റെ കുഞ്ഞുങ്ങൾ വിദേശത്ത് വരുമ്പോഴേ ഈ ചാട്ടോട്ടൊക്കെ ഉള്ളോ? ആ ഒരുക്ക് ഇസ്മായിലിന് വേണ്ടിയല്ലായിരുന്നു, ആ ഒരുക്ക് ഇസ്ഹാക്കിന് വേണ്ടി. ഇസ്ഹാക്ക് ഉണ്ടാകുന്ന നേർച്ചയുടെ വിരുന്നല്ലായിരുന്നു. ഇസ്ഹാക്കുമായി ഒരു ബന്ധവുമില്ല, ആരുമായി ഒരു ബന്ധവുമില്ല. പക്ഷെ അബ്രഹാമിന് ഒരു കാര്യം മനസ്സിലായി, ഇതെനിക്ക് ശുശ്രൂഷിപ്പാൻ, എനിക്കും എന്റെ ഭാര്യയ്ക്കും അതിഥികളെ സൽക്കരിപ്പാൻ, ഞങ്ങൾക്കുള്ളത് ധാരാളമായി കൊടുക്കുവാൻ ഒന്നും ചിന്തിക്കാതെ, അത് ദാസിദാസന്മാരെ കൽപ്പിച്ചാക്കിയല്ല, ഞങ്ങൾ തന്നെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ദൈവത്തിന്റെ അവസരമാണെന്ന് കരുതി ആ പരീക്ഷയിൽ 100-ൽ 100 മേടിച്ചു. എന്തിനാണ് ഈ ബോഡി ലാംഗ്വേജ് എഴുതി വെച്ചത്? നമുക്ക് ചുമ്മാ വായിച്ചു വിടാനോ? നീ പെട്ടെന്ന് വാ. 3 ഇറങ്ങി മാവ് എടുത്ത് കുഴച്ച് അപ്പം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് അബ്രഹാം പശുക്കൂട്ടത്തിൽ ഓടിച്ചെന്നു. 1 മുറി അപ്പം ഓഫർ ചെയ്ത ആളാണ്. ഇളയതും നല്ലതുമായൊരു കാളക്കുട്ടിയെ. അത് കാനഡയിൽ നിന്ന് വരുന്ന മോക്ക്, മറ്റേ UK വരുന്ന മോൻ ആ കോഴിയല്ല. ഇതെടുക്കേണ്ട, അത് വെക്കേണ്ട, അത് അന്നേരത്തേക്ക് മാറ്റി വെച്ചു. അല്ലെങ്കിൽ നമുക്ക് മാനം കിട്ടുന്ന സൽക്കാരങ്ങൾക്ക് നമ്മൾ ഏറ്റവും മുന്തിയത് കരുതുമ്പോൾ അബ്രഹാം പശുക്കൂടുതൽ ചെന്നിട്ട് ഏറ്റവും ഇളയതും, അതിൽ ഇളയത് എടുത്തില്ലെങ്കിലും ആരും അറിയത്തില്ല, പക്ഷെ കാണുന്ന ഒരു ദൈവമുണ്ട്. അബ്രഹാമിന്റെ ബോഡി ലാംഗ്വേജ്, അബ്രഹാമിന്റെ ശരീരഭാഷയും വാക്കും, താൻ എടുക്കുന്ന കാളക്കുട്ടിയെ, അതെ ഇന്ന് പല ആത്മീയരെന്ന് തങ്ങൾക്കായി ജീവിക്കുന്നവരുടെ ശരീരഭാഷ നിങ്ങൾ ശ്രദ്ധിച്ചോണം. തങ്ങൾക്കായി ജീവിക്കുന്നവരുടെ ജീവിത രീതി നിങ്ങൾ ശ്രദ്ധിച്ചോണം. വാക്കും ഭാഷണവും ഇല്ലാതെ മനസ്സിലാക്കാൻ പറ്റും അവർ ദൈവത്തിനാണോ ജീവിക്കുന്നത്, തങ്ങൾക്കായി തന്നെയാണോ. പശുക്കൂടത്തിലേക്ക് ഓടിച്ചെന്നിട്ട് ഇനി ഇവരെ തിരിച്ച് രണ്ടാമത് കാണുന്ന അതിഥികളല്ല. അതുകൊണ്ട് നമ്മൾ ഏതായാലും അറക്കാൻ വെച്ചേക്കുന്നുണ്ടല്ലോ, എടുക്കാം. മൂത്ത് നിൽക്കുന്നുണ്ടല്ലോ, പ്രയോജനമല്ല. ഇളയതും നല്ലതുമായ ഒരു കാളക്കുട്ടിയെ പിടിച്ച് ഒരു ബാല്യക്കാരന്റെ പക്കൽ കൊടുത്തു. ബാല്യക്കാരൻ പിടിക്കുകയായിരുന്നു, അബ്രഹാം പിടിച്ചു. കാരണം ആ അതിഥി സൽക്കാരത്തിന്റെ മേൽനോട്ടം ആരായിരുന്നു? അബ്രഹാം ഏറ്റെടുത്തു. കാരണം അതിഥി എന്തുകൊണ്ട് ഏറ്റെടുത്തത്? അപ്പം ഉണ്ടാക്കി വലിയവനാകാനല്ല,
കാളയെ അറുത്ത് വലിയവനാകാനല്ല, അവിടെ ചെന്ന് ദൂതന്മാർ അല്ലെങ്കിൽ അതിഥികൾ ചെന്നിട്ട് ഇത് പലരും വിരുന്ന് കൊടുക്കുന്ന അതിനാ ഇതുപോലൊരു വിരുന്ന് കഴിച്ചെന്ന് പറയാനാ പല്ലുകിട്ടും. അബ്രഹാം വിരുന്ന് കൊടുത്ത അതിനു വേണ്ടിയല്ല. അബ്രഹാം വിരുന്ന് കൊടുത്തതെന്ന് ചോദിച്ചാൽ ദൈവം എന്റെ ജീവിതത്തിൽ തന്ന ഈ അവസരത്തെ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുക. അവർ അതിനെ ക്ഷണത്തിൽ പാകം ചെയ്തു. അവനതിനെ ക്ഷണത്തിൽ ആ ബാല്യക്കാരന്റെ പക്കൽ കൊടുത്തു. അവൻ അതിനെ ക്ഷണത്തിൽ പാകം ചെയ്തു. അപ്പൊ ഒരു കാര്യം ഉറപ്പായി. അപ്പൊ ബാല്യക്കാരൻ കൈ കൊടുത്തു. ബാല്യക്കാരൻ അപ്പൊ ഇതിന്റെ എല്ലാം മേൽനോട്ടം ആര് വഹിക്കുക? അബ്രഹാം വഹിക്കുക. അവര് പെട്ടെന്ന് കുക്ക് ചെയ്തു. പിന്നെ അവൻ വെണ്ണയും പാലും താൻ പാകം ചെയ്യിച്ച കാളക്കുട്ടിയെയും കൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ വെച്ചു. ഒരു മുറി അപ്പൊ ഇപ്പൊ എവിടെ വരെ എത്തി? പ്ലീസ് വെയിറ്റ്. ഞാൻ ഒരു മുറി അപ്പം കൊണ്ടുവരാന്ന് പറഞ്ഞ അബ്രഹാം ഇപ്പൊ എന്തൊക്കെ കൊണ്ടുവച്ചു? വെണ്ണയും പാലും കാളക്കുട്ടിയെയും അപ്പവും. അപ്പൊ പറച്ചിലല്ല അബ്രഹാമിന്റെ, വാക്കിലല്ല അബ്രഹാം ദൈവസ്നേഹം വെളിപ്പെടുത്തിയേ, പ്രവർത്തിയില്ല. കൊണ്ടുവച്ചവർ ഭക്ഷണം കഴിച്ചു. എന്നിട്ടാണ് സാറയിലേക്ക് തിരിയുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സാറായോടോ അബ്രഹാമിനോടോ ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഭൗതിക നന്മയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു വിരുന്നല്ലായിരിക്കും. ഇതെന്തിനും ചോദിച്ചാൽ എനിക്ക് വ്യക്തമായി മനസ്സിലായ കാര്യമാണ്. ഞാൻ ദൈവമക്കളോട് പലരും പ്രസംഗിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ടെന്നറിയാം. വീണ്ടും ആവർത്തിക്കുന്നതിൽ ഒരു മടുപ്പുമില്ല. കാരണം ഇത് വലിയൊരു പരീക്ഷയാ ദൈവമക്കളെ. ദൈവം നോക്കുന്നുണ്ട്. തെളിവ് കേൾക്കണോ? കൂടാരവാതിക്കൽ നിർജീവത്വമുള്ള അബ്രഹാമായിരുന്നത്, നിരാശയുള്ള അബ്രഹാം അല്ലായിരുന്നു. വ്യത്യാസം മനസ്സിലായോ? 99 വയസ്സുള്ള അബ്രഹാം കൂടാരവാതിക്കൽ ആ വെയിൽ ഉറയ്ക്കുന്ന, അവൻ അവിടെ പറഞ്ഞു വെയിൽ ഉറച്ചപ്പോൾ ഇരുന്ന അബ്രഹാം നിർജീവത്വമുള്ളവനാ സമ്മതിച്ചു. പക്ഷെ നിരാശയിൽ ജീവിച്ചതല്ല. ഇന്ന് രാത്രി ദൈവം നമ്മളോട് ചോദിക്കുക, നിനക്കും എനിക്ക് നിർജീവത്വമാണോ അതോ നിരാശയുമുണ്ടോ? എന്താണിത് തെളിയിക്കാൻ കാര്യം? കൂടാരവാതിക്കലിരുന്ന അബ്രഹാമിന് നിർജീവത്വമുണ്ട് സത്യം. പക്ഷെ ദൈവത്തോട് പരിഭവമില്ല, നിരാശ നേരിട്ടിട്ടില്ല. അവിടെ പ്രത്യാശയിൽ തന്നെയാണ് അവർ ജീവിച്ചിരുന്നത്. അതവരുടെ ബോഡി ലാംഗ്വേജിലൂടെ, അവരുടെ അതിഥി സൽക്കാരത്തോടെ, അവർ ഹോസ്റ്റ് ചെയ്തതിലൂടെ, അവരവിടെ എടുത്ത മേൽനോട്ടം, അവരുടെ ഓട്ടം ധൃതി എന്തായിരുന്നു! നമ്മൾ അതിശയിച്ചു പോകും. 100 വയസ്സാകുക. 100 വയസ്സും 90 വയസ്സും ഉള്ളവർ ഇത്ര ആക്റ്റീവോ? വാസ്തവത്തിൽ ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, അത് അവരുടെ ശരീരത്തിന്റെ ബലം അല്ലായിരുന്നു, അത് അവരുടെ മനസ്സിന്റെ ബലമായിരുന്നു. അതവരുടെ മനസ്സിന്റെ, അവരുടെ ആ ദൈവത്തോടും ദൈവിക ശുശ്രൂഷകളോടുമുള്ള അവരുടെ ആത്മാർത്ഥതയുടെ തെളിവായിരുന്നത്. പ്രായത്തിന്റെ അതെ ബലമല്ല അവിടെ കണ്ടത്, അത് സമർപ്പണത്തിന്റെ മഹനീയത അവിടെ കണ്ടത്. അങ്ങനെ ദൈവത്തിന്റെ മഹത്വം അവിടെ ശരിക്കും ഒരു ടെസ്റ്റ് ആയിരുന്നു പ്രിയപ്പെട്ടേ. അത് എങ്ങനെ അവർ പെർഫോം ചെയ്യും? സാറാ വിളിക്കുമ്പം, ഞാൻ എപ്പോഴും പറഞ്ഞത്, എന്റെ മനുഷ്യ ദൈവത്തെ ഓർത്ത് എന്നെ ധൃതി പിടിപ്പിക്കാതെ നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യും. ദൈവത്തെ സേവിച്ച് നിങ്ങൾ എന്തോ കണ്ടിട്ടാ ദൈവത്തെ സേവിക്കുന്നത്? ഇസ്മായിലിനെ കണ്ടിട്ടാണോ എന്ന് പറയുന്ന നിരാശയുടെ ഒരു നിർജീവത്വം അനുഭവിച്ചവരിൽ നിന്ന് പുറപ്പെട്ട പ്രത്യാശയും അതെ അവരിൽ നിന്ന് പുറപ്പെട്ട ശുശ്രൂഷയുമാണ് ഈ ഭാഗം കാണുന്നത്. അപ്പൊ അതിന് സാധിക്കുമോ? നാം നിർജീവത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഇല്ലായ്മയിലൂടെ കടന്നു പോകുമ്പോൾ, ശൂന്യതയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ആക്റ്റീവ് ആകാൻ പറ്റുമോ? പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ആരെ കൊണ്ട് നിർത്തും? സാക്ഷികളുടെ സമൂഹത്തെ കൊണ്ട് നമ്മുടെ മുമ്പിൽ. പ്രായത്തിന് കീഴടക്കാൻ പറ്റാത്ത മനസ്സ്, നിർജീവത്തിന് കീഴടക്കാൻ പറ്റാത്ത ശുശ്രൂഷ, അത് തനിക്കായി തന്നെ ജീവിക്കാത്ത കുടുംബങ്ങൾ, വ്യക്തികൾ കർത്താവിനുണ്ടായിരുന്നു. അങ്ങനെ ദൈവത്തിന്റെ മഹത്വത്തോട് വെളിപ്പെടുന്ന എല്ലാവർക്കും അറിയാം. സാറാ ചിരിച്ചു, ദൈവോടെ സംസാരിക്കുന്നു, ദൈവം അവൾക്ക് ഉറപ്പ് കൊടുക്കുന്നു. 16-ാം വാക്യം, ആ പുരുഷന്മാർ അവിടെ നിന്ന് പുറപ്പെട്ട് സൊദോം വഴിക്ക് തിരിഞ്ഞു. ഇവിടെയാണ് വീണ്ടും ലോത്തിലേക്ക് നമ്മൾ തിരിയുന്നത്. Then the men got up from their meal and looked out towards Sodom. അതായത് ശ്രദ്ധിച്ചേ, ഒരു വലിയ ടേണിംഗ് പോയിന്റ് സംഭവിക്കുക. അബ്രഹാമിനോടുള്ള ഉടമ്പടിയെ ഉറപ്പിച്ച് 18-ാം അധ്യായത്തിൽ വിരുന്ന് കഴിയുമ്പോൾ പറയുന്നു, അടുത്ത ആണ്ടിൽ ഈ സമയത്ത് സാറാ ഗർഭം ധരിച്ച് കൃത്യമായി പറയുന്നു, ആതിഥേയത്വം സ്വീകരിച്ചുകൊണ്ട് അതിഥികൾ തൃപ്തരായി എഴുന്നേറ്റ്, ശ്രദ്ധിച്ച നിങ്ങൾ ആ വാക്യം, 16-ാം വാക്യം, നേരെ അവർ തിരിയുന്നത് എങ്ങോട്ടാണ്? അതായത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. 2 പർപ്പസിനായി ഇവർ വന്നേക്കുന്നത്. ഒരു ടീമിനെ
രണ്ട് പർപ്പസ്, രണ്ട് വ്യക്തികളുടെ ജീവിതത്തിൽ. അബ്രഹാമിന്റെ ജീവിതത്തിലെ നിർജീവത്വം ജീവനാക്കുന്ന ആ സാമീപ്യമായി, ആ സന്ദേശമായി, ഉടമ്പടിയുടെ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണമായി ഇതേ ദൈവത്തിന്റെ പ്രതിനിധികളായി കർത്താവ് തന്നെ തന്റെ ദൂതന്മാരായി കടന്നു വരുന്ന അതേ വ്യക്തികളെ എങ്ങോട്ട് എന്തിനു വേണ്ടി വന്നേക്കുവാന്ന് അവർ തുറന്ന് അബ്രഹാമിനോട് പറയുക, ഞങ്ങളുടെ വരവിന് 2 ദേശമാ, നിന്റെ അടുക്കൽ വന്നിട്ട് വേറൊരിടത്ത് പോണം. സ്വതവും വഴിക്ക് തിരിഞ്ഞു. അബ്രഹാം അവരെ യാത്രയപ്പാൻ അവരോടുകൂടെ പോയി. അബ്രഹാമിന്റെ ആദിത്യ മര്യാദ അവസാനിക്കുന്നേ ഇല്ല. എല്ലാം കൊടുത്തിട്ട് പിന്നെ അവരോട് മുന്നോട്ട് നടക്കുക, യാത്രയപ്പാൻ അവരോടുകൂടെ പോയി. അപ്പോൾ യഹോവ അരുളിച്ചത് 18:17, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വെക്കുമോ? അബ്രഹാം വലിയതും ബലമുള്ളതുമായ ജാതിയായി തീരുകയും അവനിൽ ഭൂമിയിലെ ജാതികളൊക്കെ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമല്ലോ. അങ്ങനെ യഹോവ അബ്രഹാമിനെ കുറിച്ച് അരുളി ചെയ്തത് അവന് നിവർത്തിച്ചു കൊടുക്കാൻ തക്കണം. അബ്രഹാം തന്റെ മക്കളോടും തനിക്ക് പിമ്പുള്ള കുടുംബത്തോടും നീതി ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടത് ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. 20-ാം വാക്യം, പിന്നെ യഹോവ സൊദോമിന്റെയും ഗൊമോറായുടെയും നിലവിളി വലിയതും അവരുടെ പാപം അതികഠിനവുമാകുന്നു. ഞാൻ ചെന്ന് എന്റെ അടുക്കൽ വന്നെത്തിയ നിലവിളി പോലെ അവർ കേവലം പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കി അറിയുമെന്ന് അരുളി ചെയ്തു. അങ്ങനെ ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞ് സൊദോമിലേക്ക് പോയി. അബ്രഹാമിന്റെ വിരുന്നും കഴിച്ചോണ്ട് എങ്ങോട്ട് തിരിയുക? സൊദോമിൽ. നിർജീവത്വത്തെ ജീവനാക്കുന്ന വിസിറ്റും ജീവനോടെ തനിക്കായി തന്നെ ജീവിക്കുന്നവരുടെ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് ന്യായവിധിക്കായുള്ള അപ്പോയിന്റ്മെന്റുമായിട്ട് അവർ വന്നേക്കുന്നത്. ഇന്ന് രാത്രി ദൈവമക്കൾ ഓർത്തോണം, ദൈവത്തിനായി ജീവിക്കുന്ന നമ്മളെ നോക്കി ആര് കളിയാക്കുമ്പോഴും ആ അപമാനത്തെ അലക്ഷ്യമാക്കി മുന്നേറിക്കോണം. തനിക്കായി തന്നെ ജീവിക്കുന്നവന്റെ അന്ത്യം ചിന്തിക്കാൻ കഴിയുന്നതിലപ്പുറമാ. ദൈവത്തിനായി ജീവിക്കുന്നവന്റെ അന്ത്യം അതും ചിന്തിക്കാൻ കഴിയുന്നതിലപ്പുറമാ. അത് അതിമഹത്തായതായിരിക്കും. അതുകൊണ്ട് ഈ കളിയാക്കിനെ സാരമില്ലെന്ന് നീക്കണം. അതേ വരുവാനിരിക്കുന്ന സന്തോഷം ഓർക്കുമ്പോൾ, നിത്യദേശത്തിന്റെ കനം ഓർക്കുമ്പോൾ ഈ കഷ്ടങ്ങൾ സാരമില്ലെന്നെണ്ണണം. ദൈവം അപ്പോയിന്റ് ചെയ്ത് അയച്ച ദൂതന്മാർ ആദ്യം അബ്രഹാമിന്റെ വീട്ടിലേക്ക് വരുന്നു. ആ വിരുന്ന് കഴിയുന്നു. അടുത്ത നിമിഷം അബ്രഹാമിന്റെ പരീക്ഷയിൽ 100-ൽ 100 മാർക്ക് മേടിച്ച് അബ്രഹാം പാസ്സായി. അവിടെ ഒരു കാര്യം തെളിഞ്ഞു. നിർജീവത്തോടുള്ള കൂടാരത്തിൽ നിരാശ ബാധിച്ചിട്ടേ, പ്രത്യാശയ്ക്ക് ഭംഗം വന്നിട്ടില്ല, ദൈവസ്നേഹത്തിന് ഭംഗം വന്നിട്ടില്ല, അതിഥി സൽക്കാരത്തിന് ഭംഗം വന്നിട്ടില്ല, സഹോദര സ്നേഹത്തിന് ഭംഗം വന്നിട്ടില്ല. ഇവരുടെ ജീവിതത്തിലെ ഇല്ലായ്മയിൽ ഇവർ ആരുമായി പിണങ്ങിയിട്ടില്ല, ദൈവവുമായി പിണങ്ങിയിട്ടില്ല. 2 പെമ്മക്കളിൽ ലോത്തിനുണ്ട്, എനിക്ക് മാത്രം പെണ്ണുമില്ല ആണുമില്ല എന്ന് പറഞ്ഞ് അബ്രഹാം അസൂയപ്പെട്ടിട്ടുമില്ല. ഇതാ ദൈവത്തിലെ ദൂതന്മാരെ സൽക്കരിക്കുവാൻ തന്റെ നിർജീവത്വം ഒരു തടസ്സമല്ലെന്ന് തെളിയിച്ചുകൊണ്ട് ആ പരീക്ഷയിൽ വൻ വിജയം കൈവരിച്ചു. അടുത്ത നിമിഷം അബ്രഹാമിന്റെ കാര്യം സെറ്റിലാക്കി കഴിഞ്ഞ് അടുത്ത നിമിഷം അവർ എങ്ങോട്ട് തിരിഞ്ഞു? സൊദോമിലേക്ക് തിരിഞ്ഞു. അങ്ങനെയല്ലേ 16-ാം വാക്യം എഴുതിയിരിക്കുന്നത്? ഒന്നുകൂടെ ഞാൻ വായിക്കാം. അതെ, ഒന്നുകൂടെ ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ വായിക്കാം. 16-ാം വാക്യം 18-16 മലയാളത്തിൽ വീണ്ടും വായിക്കാം. ആ പുരുഷന്മാർ അവിടെ ഇങ്ങനെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്, ആ മീല് കഴിച്ചതിന് ശേഷം ആ വിരുന്ന് കഴിച്ച് ആ ഭക്ഷണം ആസ്വദിച്ച് കഴിച്ചതിന് ശേഷം അടുത്ത നിമിഷം തിരിഞ്ഞത് സൊദോമിലേക്കാണ്. നമുക്കൊക്കെ ഒരു വിചാരമുണ്ടേ, അത് ആസാഫിനും ഉണ്ടായി, നമുക്ക് മാത്രമല്ല. ഇതെന്താ കർത്താവെ ഇങ്ങനെ? ഞാൻ കുറ്റമില്ലായ്മേൽ കൈകളെ കഴിയതും വ്യർത്ഥം. അവിടെ അവര് തടിച്ചുരുണ്ട് കൊഴുത്ത്, അവർക്കൊരു കുറവുമില്ല, ക്ഷീണവും ഇല്ല, പ്രശ്നവുമില്ല. ഞങ്ങൾ ഇവിടെ ഏത് സമയവും യഹോവ നല്ലവനല്ലോ, അവന്റെ തേന്നേക്കുള്ളത്, യഹോവ നല്ലവനല്ലോ, അവന്റെ തേന്നേക്കുള്ളത്, കൂടി വരുമ്പോഴൊക്കെ നിന്റെ നാമത്തെ ഉയർത്തും. പക്ഷെ അതിക്രമവും കലവും അങ്ങനെ തന്നെ നടക്കുന്നു. ഞാൻ എന്റെ കൈകളെ കുറ്റമില്ലായ്മേൽ കഴുകിയത് വ്യർത്ഥമെന്ന് ചിന്തിച്ച് ആസാഫിന്റെ മനസ്സൊന്ന് ഉടഞ്ഞുപോയി. ഭക്തന്മാരുടെ മനസ്സ് പലപ്പോഴും, ഹബക്കൂക്കിന്റെ മനസ്സ് ഉടഞ്ഞുപോയി. ഹബക്കൂക്കും പറഞ്ഞു, അയ്യോ യഹോവേ എത്രത്തോളം എന്ന് പറഞ്ഞ് ഹബക്കൂക്കും നിലവിളിച്ചു എന്നുള്ള സത്യമാണ്. പക്ഷേ എന്റെ പ്രിയരെ ഓർത്തോണം, അബ്രഹാം ദൈവത്തെ സേവിച്ചു, മുന്നോട്ട് നടന്നു. അബ്രഹാമിന്റെ ജീവിതത്തിലെ നിർജീവത്വത്തിൽ അവർ കരുതി ഇനി ഇസ്മായേലിലൂടെ അല്ലാതെ ഈ വാഗ്ദത്തങ്ങൾ ഒന്നും നിറവേറുകയില്ല എന്ന് കരുതിയിരിക്കുമ്പോൾ അവർ അവസാനിച്ചിടത്തുനിന്ന് ദൈവം ആരംഭിച്ചു. പക്ഷെ ലോത്ത് ആരംഭിക്കാൻ ശ്രമിച്ചത് അവസാനമാക്കി ദൈവം മാറ്റി.
കേട്ടോണം പ്രിയരെ, തനിക്കായി തന്നെ ജീവിച്ചുകൊണ്ട് നീതിമാനാന്നുള്ള പേരുണ്ടെങ്കിലും വലഞ്ഞുപോയ നീതിമാനാണെങ്കിൽ അബ്രഹാം അടുത്ത തലമുറയെ ദൈവത്തിലേക്ക് നയിക്കും എന്നുള്ള വ്യക്തമായ ബോധ്യത്തോടെ അബ്രഹാമിനെ തെരഞ്ഞെടുക്കുമ്പോൾ ഇതാ ലോത്തിന് ഒന്നിനും കഴിയാതെ പോന്നു. സൊദോമിലേക്ക് അവർ തിരിയുന്നു. എന്നിട്ട് പറയുന്നു, അവരുടെ മനസ്സിൽ എന്ത് ചിന്ത വന്നു? അബ്രഹാമിനോട് അപ്പോൾ യഹോവ അരുളി ചെയ്തത്, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വെക്കുമോ? അബ്രഹാം വലിയതും ബലമുള്ളതുമായ ജാതിയായി തീരുമെന്നൊക്കെ പറഞ്ഞിട്ട് എന്തുവാ മറച്ചു വെക്കുമോ ചോദിക്കുമ്പോൾ അവരോട് എന്തോ രഹസ്യം പറയുവാണേ. രഹസ്യം പറയുക. നമ്മൾ ദൈവത്തിന്റെ രഹസ്യം കേൾക്കുന്നവരല്ലേ? ദൈവം നമ്മളോട് സംസാരിക്കാറില്ലേ? നമ്മുടെ ജീവിതത്തിൽ പലതും താമസിച്ചതൊക്കെ നമുക്ക് തോന്നുമ്പോൾ ദൈവം നമ്മളോട് എന്തൊക്കെയാ പറയുന്നത് വല്ല ബോധ്യം ഉണ്ടോ പ്രിയപ്പെട്ടവരെ? ദൈവം അങ്ങോട്ട് സംസാരിച്ചു തുടങ്ങിയാൽ നമ്മളെ പല കാര്യങ്ങളും ദൈവം സ്റ്റോപ്പൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കാം, ദൈവം നമ്മളോട് വെയിറ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷേ ദൈവം പറയാണ്, എനിക്ക് അബ്രഹാമിനോട് പറയാതിരിക്കാൻ പറ്റത്തില്ല, എന്നിട്ട് പറയാണ്, പിന്നെ യഹോവ സൊദോമിന്റെയും ഗൊമോറയുടെയും നിലവിളി വലിയതും അവരുടെ പാപം അതികഠിനവുമാകുന്നു. ഇത് സൊദോമും ഗൊമോറയും അറിയുന്നില്ല, അവിടെ പാർക്കുന്ന ലോത്ത് അറിയുന്നില്ല. ലോത്തിനാകെ എന്തേ അറിയത്തുള്ളൂ? അയ്യോ ഇവര് ദോഷമാണല്ലോ പ്രവർത്തിക്കുന്നേ, എന്നാ തന്റെ മക്കളെ നേരം നടത്താനട്ടെ, അയ്യോ അവര് ചെയ്തല്ലോ, അയ്യോ ഇതെന്താ ഇങ്ങനെ. പക്ഷെ നീ തന്നെ തെരഞ്ഞെടുത്തല്ലോ ഇത്. അത് ആ തെരഞ്ഞെടുപ്പ് തെറ്റിപ്പോയെന്നോ, ഞാൻ പാർക്കുന്ന അവിടെ നമുക്ക് മാറിപ്പോ മക്കളെ തീ അയക്കാൻ പോകുന്നു പറഞ്ഞിട്ട് വേദോസം എഴുതിക്കുന്നറിയോ? അപ്പോൾ ലോത്തിന് മടിയാ പുറപ്പെടാൻ. അപ്പൊ പിന്നെ ലോത്ത് അല്ലാത്തപ്പം പുറപ്പെടുവോ? എന്നിട്ട് എന്ത് ചെയ്തു? ഞാൻ ചെന്ന് എന്റെ അടുക്കൽ വന്നെത്തിയ 21-ാം വാക്യം, നിലവിളി പോലെ അവർ കേവലം പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ നോക്കി അറിയുമെന്ന് അരുളി ചെയ്തു. അങ്ങനെ ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞ് സൊദോമിലേക്ക് പോയി. അബ്രഹാമിന്റെ വീട്ടിൽ നേരെ പോകുന്നത്. അബ്രഹാമിന്റെ വീട്ടിൽ അനുഗ്രഹം, സൊദോമിൽ ശിക്ഷ. അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. അബ്രഹാം അടുത്തി എന്ന് പറഞ്ഞത് ഇവിടെ 23 തൊട്ടുള്ള വാക്യങ്ങളാണ്. നമ്മൾ വീണ്ടും നമുക്ക് തെളിവ് തരുന്നത് അബ്രഹാമിന്റെ ഹൃദയത്തിൽ ലോത്തിനുള്ള സ്ഥാനം. ദുഷ്ടനോടുകൂടെ നീതിമാനെ നീ സംഹരിക്കുമോ? പക്ഷെ ആ പട്ടണത്തിൽ 50 നീതിമാന്മാരുണ്ടെങ്കിൽ നീ അതിനെ സംഹരിക്കുമോ? അതിലെ 50 നീതിമാന്മാർ നിമിത്തം ആ സ്ഥലത്തോട് ക്ഷമിക്കയില്ലയോ? വായിച്ചിങ് അവസാനത്തിലേക്ക് എത്താൻ സമയം പോയതുകൊണ്ട് അങ്ങനെ ഈ 30-ാം വാക്യം വരുന്നു. 30 പേരെ കുറിച്ച് പറഞ്ഞു. 32 വരുന്നു. 32-ാം വാക്യം, അപ്പോൾ അവൻ, കർത്താവേ കോപിക്കരുതേ, ഞാൻ ഇനി ഒരു പ്രാവശ്യം മാത്രം സംസാരിക്കും, പക്ഷെ 10 പേരെ അവിടെ കണ്ടാലോ എന്ന് പറഞ്ഞു. ഞാൻ 10 പേരുടെ നിമിത്തം നശിപ്പിക്കയില്ല എന്ന് അരുളി ചെയ്തു. യഹോവ അബ്രഹാമിനെ അരുളി ചെയ്ത് തീർന്ന ശേഷം അവിടെ നിന്ന് പോയി അബ്രഹാമും തന്റെ സ്ഥലത്തേക്ക്. തനിക്കായി തന്നെ ജീവിക്കാത്ത അബ്രഹാം ദൈവത്തെ ആദരിക്കുന്നു, ദൈവിക വേലക്കാരെ, ദൈവദൂതന്മാരെ ആദരിക്കുന്നു, തന്റെ സഹോദരന്റെ ചാൻസിനെ കുറിച്ച് അന്വേഷിക്കുന്നു, രക്ഷപ്പെടാനുള്ള ചാൻസ്. 10 പേരുണ്ടെങ്കിൽ നശിപ്പിക്കുമോ? നശിപ്പിക്കത്തില്ല. അങ്ങനെ അബ്രഹാം അവിടെ ദൈവത്തോട് സംസാരിച്ച് 19-ാം അധ്യായം എത്തുമ്പോൾ ആ 2 ദൂതന്മാർ വൈകുന്നേരത്ത് സൊദോമിലെത്തി. പ്രിയരെ, ഉച്ചനേരത്ത് അബ്രഹാമിന്റെ വീട്ടിൽ ലഞ്ച് കഴിച്ച് അബ്രഹാമിന്റെ സാറുടെ നിർജീവത്വത്തെ നോക്കി ദൈവത്തിന്റെ അരുളപ്പാട് അറിയിച്ച് ജീവൻ പകർന്ന് വാഗ്ദത്തങ്ങളെ ഉറപ്പിച്ച് ആ കൂടാരത്തിനകത്ത് ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾക്ക് അടിവരത്തുറപ്പിച്ച് അനുഗ്രഹം ചൊരിഞ്ഞ് അവിടെ നിന്ന് അതേ ദൂതന്മാർ വൈകുന്നേരത്ത് സൊദോമിലെത്തി. തനിക്കായി തന്നെ ജീവിക്കുന്നവൻ അവൻ അറിയത്തുപോലും ഇല്ല, അവന്റെ ജീവിതം നഷ്ടപ്പെടുന്നത്. ദൈവത്തിനായി ജീവിക്കുന്ന അറിയത്തുപോലും ഇല്ല എപ്പോഴും അനുഗ്രഹം വന്നത്. കാരണം അവന്റെ ലക്ഷ്യം, ദൈവത്തിനായി ജീവിക്കുന്നവന് അവന് ആവശ്യം ഒരു ലക്ഷ്യമല്ല, ആവശ്യം. അബ്രഹാം വിചാരിക്കുന്നത് ഇതെന്തൊരു കാര്യമാണ്, ഞാന് ഈ വിരുന്നൊരുക്കുന്നു, ഞാൻ ഈ ഒരു മുറി അപ്പം കൊണ്ടുവരാന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തിയതൊക്കെ എന്തിനാണെന്നറിയാമോ? എന്റെ മനസ്സിൽ ഇത് കണ്ടിട്ട് നമ്മളെല്ലാം പറയും, നമ്മളുടെ ഒരു പ്രശ്നം അതാണല്ലോ, അടുത്ത തലമുറയുടെ ഒരു പ്രശ്നം. കണ്ടില്ലേ, അബ്രഹാം അറിയാദൂതന്മാരെ സൽക്കരിച്ചു. അപ്പം ഞങ്ങളുടെയൊക്കെ മനസ്സിൽ വരും, ദൈവമേ അങ്ങനെ കാണാൻ സൽക്കരിച്ചിരുന്നത്, അങ്ങനെ അവസരം കിട്ടിയത് നല്ലതായിരുന്നു, പിള്ളേരുണ്ടാവുമല്ലോ എളുപ്പം.
25 വർഷം കാത്തിരുന്നതോ? ദൈവപദ്ധതി അതെല്ലാം അങ്ങ് മറക്കും. യോബ് തന്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മുടെ സ്ഥിതിക്ക് ഭേദം വരാൻ നമ്മൾ ഇത് ഇങ്ങനെ പ്രാർത്ഥിക്കണം. അതിനാണോ യോബിനെ പരിശോധിച്ചത്? നമ്മൾ എന്ത് ചെയ്യുന്നറിയാവോ? തലയും വാലും ഇല്ല, ഒന്നുമില്ലാതെ ഒരൊറ്റ മുറി എടുത്തിട്ട് അതിനെ ഒരു തിയോളജി ആക്കാൻ ശ്രമിക്കും. അബ്രഹാം അറിയാതെ ദൂതന്മാരെ സൽക്കരിച്ചു എന്ന് പറയുമ്പോൾ അതുകൊണ്ട് നമ്മളത് അങ്ങനെ, അതുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ നമ്മൾ, എന്റെ പ്രിയരെ, ഈ ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ നിർത്താം. നമുക്ക് ആ 19-ാം അധ്യായം നമുക്കൊന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന്റെ ആ കോപം ഇറങ്ങി വരുമ്പോൾ ലോത്തിന്റെ മനോഭാവം, ദൈവത്തിന്റെ അനുഗ്രഹം ഇറങ്ങി വരുമ്പോൾ അബ്രഹാമിന്റെ മനോഭാവം, അതും ദൈവത്തിന്റെ കോപം ഇറങ്ങി വരുമ്പോഴും വലഞ്ഞുപോയ നീതിമാൻ. ഞാനിങ്ങനെ പറയാൻ പ്രിയപ്പെട്ടവരെ, സൂപ്പർ ഒരു അതിഥി സൽക്കാരം ലോത്ത് നടത്തുന്നുണ്ട്. നമ്മൾ അടുത്ത ആഴ്ചയിൽ ചിന്തിക്കും. സൂപ്പർ ഒരു അതിഥി സൽക്കാരം, പുളിപ്പില്ലാത്ത, ഈസ്റ്റ് ചേർക്കാത്ത മാവ് കൊണ്ടുണ്ടാക്കിയ അപ്പമൊക്കെ കൊടുത്തു. പക്ഷെ ഗുണം ഉണ്ടായില്ല. എന്റെ പ്രിയരെ, നമുക്കൊന്നും, നമ്മൾ ഇന്ന് രാത്രി ഓർക്കണം, നമുക്കായി തന്നെ ജീവിച്ചിട്ട് ഒരു അതിഥി സൽക്കാരം കൊണ്ട് എന്തെങ്കിലും നേടാമെന്ന് ആരും കരുതരുത്. ദൈവത്തിനായി ജീവിച്ചിട്ട്, ദൈവത്തിന്റെ വേല ചെയ്തിട്ട്, ഓരോ അതിഥി സൽക്കാരം ചെയ്യുമ്പോഴും, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം പ്രയോജനപ്പെടുമ്പോഴും, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ മുന്നോട്ട് പോകുമ്പോഴും ഓർത്തോണം, ആ ദിവസം അധികം വിദൂരമല്ല. കൂറിന്റെ ക്രമപ്രകാരം, പൗരോഹിത്യ മര്യാദ പ്രകാരം സെഖറിയാവ് തനിക്ക് നറുക്കു വീണപ്പോൾ തന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ നോക്കാതെ ദൈവത്തെ സേവിക്കുവാൻ മഹാപുരോഹിതനായ അതിവിശുദ്ധ സ്ഥലത്തെ കയറിപ്പോയപ്പോൾ താൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ആ ദിവസം തന്റെ പ്രാർത്ഥനയുടെ മറുപടിയുടെ ദിവസമാണ്. നിർജീവത്വം ഗ്രഹിച്ച് 100-ാം വയസ്സിലേക്ക് എത്താൻ പോകുന്ന അബ്രഹാം ഒരിക്കൽ പോലും മനസ്സിൽ പോലുമില്ല ഈ അതിഥി സൽക്കാരത്തിന്റെ പിന്നിലും മുൻപിലും ഇങ്ങനെ ഒരു ദൈവിക ഉദ്ദേശമുണ്ട്. അതവരുടെ ക്യാരക്ടർ ആയിരുന്നു, അതവരുടെ ക്വാളിറ്റി ആയിരുന്നു. ഇന്ന് രാത്രി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നതിന് ഒരു നിമിഷം ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മളോട് ചോദിക്കുകയാണ്, എന്തെങ്കിലും നേടാൻ വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്ന സമീപനമാണോ നാം ഇങ്ങനെയുള്ള കാര്യങ്ങളെ കരുതുക? അതോ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടർ ആൻഡ് ക്വാളിറ്റി നമ്മൾ ഡെവലപ്പ് ആകുന്നുണ്ടോ? ഇല്ല എങ്കിൽ തനിക്കായി തന്നെ ജീവിക്കുന്നവൻ എന്തെങ്കിലും നേടാൻ വേണ്ടി ചെയ്യുന്ന അതിസൽക്കാരങ്ങളോ ഒരു സൽക്കർമ്മങ്ങളോ അവനൊരു ഗുണവും ചെയ്യത്തില്ല. എന്നാൽ ദൈവത്തിനായി ജീവിക്കുന്നവൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളുടെയും അതേ കണക്ക് ദൈവത്തിന്റെ സ്മരണ പുസ്തകത്തിലുണ്ട്. നാം കണ്ണുകളേക്കാം, പ്രാർത്ഥിക്കാം. ഈ മെസ്സേജുകൾ നമ്മൾ ധ്യാനിക്കുന്നതിന്റെ പിന്നിലെ ഉദ്ദേശം അത് തന്നെയാണ്. പരിശുദ്ധാത്മാവ് നമ്മളോട് ചോദിക്കുക, നീ നിർജീവത്വം ഗ്രഹിക്കുന്നുണ്ടോ കുഞ്ഞെ? നിനക്ക് തോന്നുന്നുണ്ടോ ഈ സാഹചര്യത്തിൽ മുന്നോട്ട് പോകാൻ പ്രയാസമാണ്? നിനക്ക് തോന്നുന്നുണ്ടോ ഇങ്ങനൊരു കാലഘട്ടത്തിൽ ജീവിക്കാൻ പ്രയാസമാണ്? ഇങ്ങനൊരു പ്രായത്തിൽ ജീവിക്കാൻ പ്രയാസമാണ്? ഇങ്ങനൊരു സാഹചര്യത്തിൽ ജീവിക്കാൻ പ്രയാസമാണ്? ഞങ്ങളിപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പ്രയാസമാണ്. അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നുകൊണ്ട് ഈ കാഴ്ചയാലുള്ള ലോകത്തിൽ ജീവിക്കാൻ പ്രയാസമാണ്. ഞങ്ങൾ അതിൽ ഡെഡ്നെസ് അനുഭവിക്കുന്നു, നിർജീവത്വം അനുഭവിക്കുന്നു. ഒരു ചോദ്യം കൂടെ ചോദിക്കുന്നു, ദൈവം ചോദിക്കുന്നു, നിർജീവത്വം നീ അനുഭവിക്കുന്നുള്ള എനിക്കറിയാം. എന്റെ ചോദ്യം ഇതാണ്, ആ നിർജീവത്വം നിന്നെ നിരാശനാക്കിയിട്ടുണ്ടോ? അതോ എന്റെ വാക്കുകൾ നിന്റെ നിർജീവത്തിൽ നിനക്ക് സ്വീകരിപ്പാൻ കഴിയുന്നുണ്ടോ? നിന്റെ നിർജീവത്വം മാറിയിട്ടില്ല, പക്ഷെ നിർജീവത്തിൽ എന്നിലുള്ള പ്രത്യാശ വ്യാപരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡി ലാംഗ്വേജിൽ അത് വ്യക്തമായിരിക്കും. എന്റെ പ്രിയരെ, ഇന്ന് രാത്രി നാം നമ്മെ ദൈവങ്ങൾ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ഉള്ളത്തോട് പറയണം, എൻ മനമേ, എന്റെ മനസ്സേ, എന്റെ പേർ ചൊല്ലി ഞാൻ പറയണം, റീനായേ, നീ ഒരിക്കലും നിനക്കായി തന്നെ ജീവിക്കാനുള്ള പ്രലോഭനത്തിൽ അകപ്പെടരുത്. നീ നിന്റെ കുടുംബവും നിനക്കായി ജീവിക്കാനുള്ള പ്രലോഭനത്തിൽ അകപ്പെടല്ലേ. മറിച്ച് നീ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം, ഞാനും എന്റെ കുടുംബവും ദൈവത്തെ സേവിക്കും, ഞാൻ കർത്താവിനെ സേവിക്കും. എന്റെ ആവശ്യങ്ങൾ എന്നും ആവശ്യങ്ങൾ മാത്രമായിരിക്കും, അതിൽ ദൈവം ദൃഷ്ടി വെച്ചിട്ടുണ്ട്. എന്നാൽ എന്റെ ലക്ഷ്യം വിശ്വാസത്താൽ ജീവിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുക. തനിക്കായി തന്നെ ജീവിച്ച ലോത്തിനെയും കുടുംബത്തെയും സ്വതവും ഗൊമോറയിലെ ആൾക്കാരെ പോലെ ആകാതെ ദൈവത്തിനായി ജീവിച്ച അബ്രഹാമിനെയും സാറയും പോലെ ആയി തീരുവാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മളെ ആഹ്വാനം ചെയ്യുന്നു. അങ്ങനെയുള്ള ജീവിതത്തിലെ നിർജീവത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. അവർ ഭയപ്പെടുകയേ വേണ്ട. അവരുടെ നിർജീവത്തെ ഹാൻഡിൽ ചെയ്യുന്ന അവരല്ല, സർവശക്തനായ ദൈവം. ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിക്കും. അത് മക്കളുടെ കാര്യത്തിൽ മാത്രമല്ല, ജീവിതത്തിൽ നാം നേരിടുന്ന ഏത് പ്രതിസന്ധിയോടും ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന് ഒരു ആലോചന പറയാനുണ്ട്. ആരോടാണ്?
തനിക്കായി തന്നെ ജീവിക്കുന്നവരല്ല. അവനോടുള്ള ആലോചന ഇതാണ്: നീ മടങ്ങി വരിക, യഥാസ്ഥാനപ്പെടുക, ദൈവത്തിനായി ജീവിക്കാൻ സമർപ്പിക്കുക. ദൈവത്തിനായി ജീവിക്കുന്ന ഒരു ആലോചനയുണ്ട്. നിന്റെ നിർജീവത്വത്തെ സർവശക്തിയുള്ള ദൈവം ജീവനാക്കും. നീ ഏറ്റവും തീർന്നു എന്ന് പറയുന്നിടത്തുനിന്ന് നീ ഒരു കാര്യം കാണും: അധികമായി വർദ്ധിച്ചു വരുന്ന ദൈവപ്രവൃത്തിയുടെ അത്ഭുതം. നമുക്ക് നമ്മളെ തന്നെ ദൈവത്തിൽ സമർപ്പിക്കാം. നമ്മുടെ അവസാനങ്ങളെ ആരംഭമാക്കി മാറ്റുന്ന, എന്നാൽ പലതും ആരംഭിച്ചെന്ന് കരുതുന്നവരുടെ ആരംഭങ്ങളെ അവസാനമാക്കി മാറ്റുവാൻ കഴിവുള്ള ദൈവം നമുക്കായി ജീവിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.